മാഫിയ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു വാക്കാണിത്. ക്രിമിനൽ ആക്ടിവിറ്റികളും കൊള്ളയും കള്ളക്കടത്തും നടത്തുന്ന ഒരു സംഘമെന്നാണ് നമ്മൾ ഇതേക്കുറിച്ച് പൊതുവായിട്ട് ധരിച്ചിട്ടുള്ളത്. എന്നാൽ ഇതിലും ഉപരിയായിട്ട് ലോക ചരിത്രത്തെയും ലോകത്തെ ഇക്കോണമിയെയും മാറ്റിമറിച്ച ഒരു വലിയ പ്രസ്ഥാനമാണ് ഈ മാഫിയ എന്ന് പറയുന്നത്. മാഫിയ എന്ന വാക്കിന് പോലും വലിയൊരു ചരിത്രം പറയുവാനുണ്ട്. മാഫിയ പോലെയോ അല്ലെങ്കിൽ അതിന് സമാനമായതോ ആയിട്ടുള്ള പല സംഘടനകളും ലോകത്ത് ഇന്നും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ചിലത് ഇതൊക്കെയാണ്: റഷ്യയിലെ വോറി, ജപ്പാനിലെ യാക്കൂസ ഗ്യാങ്, ഏഷ്യൻ രാജ്യങ്ങളിലുള്ള ട്രയാഡ ടോങ്ക്, ഫ്രാൻസിൽ ഫ്രഞ്ച് കോർസിക്കിംഗ് ഗ്യാങ് ആയിട്ടുള്ള യൂണിക്കോർസ്, മെക്സിക്കോ, കൊളംബിയ എന്നിവിടങ്ങളിൽ കാർട്ടൽ എന്ന പേരിലാണ് മാഫിയ അറിയപ്പെടുന്നത്. 20-ാം നൂറ്റാണ്ടിലാണ് ക്രിമിനൽ ഗ്യാങ്ങുകൾ ലോകത്തിൽ ശക്തമായത്. അതിന് കാരണമായിട്ട് പറയുന്നത് ഇതാണ്: കമ്മ്യൂണിസത്തിന്റെ പതനം, സോവിയറ്റ് റഷ്യയുടെ വിഘടനം, അതേ തുടർന്നുണ്ടായ രാഷ്ട്രീയപരമായിട്ടുള്ള അന്തർചിത്രം. ഈ സമയത്ത് ലക്ഷക്കണക്കിന് റഷ്യൻ യഹൂദന്മാർ അമേരിക്കയിലേക്ക് കുടിയേറി. അവരുടെ മറവിൽ കൂലിക്കൊലയാളികളും വ്യഭിചാരിണികളും അമേരിക്കയിലെത്തി. ഇതോടെ രാജ്യാന്തര ആയുധക്കടത്തും പ്രോസ്റ്റിറ്റ്യൂഷനും ലോകം മുഴുവനും വ്യാപിച്ചു. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ആദ്യകാലങ്ങളിൽ തഗ്ഗുകൾ എന്നൊരു കൂട്ടം ആളുകളും ചമ്പൽ കൊള്ളക്കാരുമായിരുന്നു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ക്രിമിനൽ ഗ്യാങ്ങുകൾ. പിന്നീട് 1940കളിൽ മധ്യകടത്തിലൂടെ അഫ്ഗാൻകാരനായിട്ടുള്ള കരീം ലാല ഇന്ത്യയിലെ ആദ്യത്തെ ഡോണായിട്ട് മാറി. അത് കഴിഞ്ഞിട്ട് തമിഴരായിട്ടുള്ള ഹാജി മസ്താനും വരദരാജ മുതലിയാരും, കാലത്തിന്റെ കുത്തൊഴുക്കിൽ ദാവൂദ് ഇബ്രാഹിം, ചോട്ടാ രാജൻ, ചോട്ടാ ഷക്കീൽ, അബു സലീം, അരുൺ ഗാവ്ലി തുടങ്ങിയവരും അധോലോക നേതാക്കളായി. കുപ്രസിദ്ധരും മലയാളികളുമായ അധോലോക നേതാക്കളും അക്കാലത്ത് ബോംബെയിലുണ്ടായിരുന്നു. രാജൻ, തൊടുപുഴക്കാരൻ കാജാഭായ് തുടങ്ങിയവർ അവരിൽ ചിലർ മാത്രം. നമ്മൾ ഇവിടെ പറയുവാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇത്തരം ചെറു മീനുകളെക്കുറിച്ചല്ല, മറിച്ച് അമേരിക്കൻ മാഫിയായുടെ അല്ലെങ്കിൽ കോസ നോസ്ട്രയുടെ തലതൊട്ടപ്പനായിരുന്ന ഒരു അധോലോക രാജാവിനെ കുറിച്ചാണ്. ലക്കി എന്ന ഓമന പേരിൽ അറിയപ്പെടുന്ന ചാൾസ് ലക്കി ലൂസിയാനോയെക്കുറിച്ച്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ഇറ്റാലിയൻ അമേരിക്കൻ ഗാങ്സ്റ്റർ എന്നാണ് ലക്കിയെ പൊതുവെ വിശേഷിപ്പിക്കാറ്. ആധുനികമായ സംഘടിത കുറ്റകൃത്യങ്ങളുടെ ക്രൈം സിൻഡിക്കേറ്റ് സ്ഥാപിക്കുവാൻ അമേരിക്കയിൽ മുൻകൈ എടുത്തയാൾ ലക്കിയാണ്. ആധുനിക കുറ്റകൃത്യങ്ങളുടെ പിതാവാണ് ഇയാൾ. ജനോവിസ് എന്ന ക്രൈം ഫാമിലിയുടെ ആദ്യത്തെ ബോസും ലക്കി തന്നെയാണ്. അമേരിക്കൻ ഗവൺമെന്റ് 2-ാം ലോകമഹായുദ്ധ കാലത്ത് ലക്കി ലൂസിയാനോയുടെ കയ്യിൽ നിന്ന് സഹായം തേടിയിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സത്യമാണ്. ഒരു രാജ്യം, അതും അമേരിക്ക പോലെയുള്ള ഒരു രാജ്യം, ഒരു അധോലോക രാജാവിന്റെ മുൻപിൽ സഹായം തേടി ചൊല്ലുക, അതൊരു ചെറിയ കാര്യമല്ല. ലക്കിയുടെ ചരിത്രം പറയും മുൻപായിട്ട് കാറ്റിന് പോലും ചുടിച്ചോരയുടെ ഗന്ധമുള്ള മാഫിയയുടെ ലോകത്തിലേക്ക്, ആ തീജ്വാലയിലേക്ക് നമുക്കൊന്ന് പോയിട്ട് വരാം. നമുക്ക് പതിവ് പോലെ വേരിൽ നിന്നും ആരംഭിക്കാം. മാഫിയയുടെ ആരംഭം ഏത് കാലത്താണ് തുടങ്ങിയത്? ഈ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ചില ചരിത്രകാരന്മാർ പറയുന്നത് 1812ലാണ് അതിൻ്റെ തുടക്കമെന്നാണ്. മറ്റു ചിലർ 1860ലാണെന്നും പറയുന്നു. വേറെ ചിലരാകട്ടെ അതിനെല്ലാം നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഫ്രഞ്ചുകാർക്കെതിരായിട്ട് 13-ാം നൂറ്റാണ്ടിൽ ഇറ്റലി സ്ഥാപിക്കപ്പെട്ട ഒരു സംഘടനയാണ് മാഫിയ എന്ന് പറയുന്നു. നമുക്ക് കിട്ടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പഴയൊരു ചരിത്രമാണിത്. മാഫിയ രൂപപ്പെടുവാൻ കാരണമായതിനു പിന്നിൽ ഒരു കഥയുണ്ട്. 1282 ഒരു ഈസ്റ്റർ ദിവസം ഇറ്റലിയിലെ പാലർമയിൽ വെച്ച് ഒരു വേലക്കാരി അവളുടെ കല്യാണ ദിവസം ഒരു ഫ്രഞ്ച് പട്ടാളക്കാരൻ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ മാതാവ് തെരുവിലൂടെ മാഫിയ മാഫിയ എന്ന് ഉറക്കെ കരഞ്ഞുകൊണ്ടോടി. അതിൻ്റെ അർത്ഥം എൻ്റെ മോളെ, എൻ്റെ മോളെ എന്നാണ്. ഈ വാർത്ത ഒരു കാട്ടുതീ പോലെ ആ ദേശമാകെ പടർന്നു. കോപാകുലരായിട്ടുള്ള ഒരു കൂട്ടം സിസിലിയക്കാർ ഫ്രഞ്ച് പട്ടാളക്കാരെ ആക്രമിച്ചു. ആയിരക്കണക്കിന് ഫ്രഞ്ചുകാരാണ് ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ഫ്രഞ്ചുകാർക്ക് എതിരായിട്ട് അന്നുയർന്ന മുദ്രാവാക്യം ഇതായിരുന്നു: മോർട്ടെ അല്ല ഫ്രാൻസിയ, ഇറ്റാലിയ അനീല. ഈ വാക്കിലെ ആദ്യത്തെ അക്ഷരങ്ങൾ, അതായത് മോർട്ടയിലെ എമ്മും അല്ലായിലെ എയും ഫ്രാൻസിയയിലെ എഫും ഇറ്റാലിയയിലെ ഐയും അനേലയിലെ എയും എടുത്താണ് മാഫിയ എന്ന വാക്കുണ്ടായതെന്ന് പറയുന്നു. മാഫിയ എന്ന പദം അറബി വാക്കായിട്ടുള്ള മഫിയോസിയിൽ നിന്നുമാണ് വന്നത് എന്നും വാദമുണ്ട്. രഹസ്യ സ്വഭാവമുള്ള കുറ്റവാളികളുടെ ഒരു സംഘടനയെന്ന് ഒറ്റ വാക്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. അങ്ങനെ ഇറ്റലിയിലെ ഒരു ദ്വീപായ സിസിലിയയിൽ തുടക്കമിട്ട മാഫിയ അധികം താമസിയാതെ തെക്കൻ ഇറ്റലിയിലെ സിസിലിയ, കലാബ്രിയ, നേപ്പിൾസ്, അപൂലിയ, വെനോറോ എന്നീ സ്ഥലങ്ങളിലേക്ക് കൂടി വ്യാപിച്ചു. ഡ്രാൻഗട്ട, ഖമോറ, സാക്ര കൊറോണ യൂണിറ്റ, മല ഡൽ ബ്രണ്ട ഈ പേരുകളിലാണ് ആദ്യകാലത്ത് ഇത് അറിയപ്പെട്ടത്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനമോ അല്ലെങ്കിൽ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലോ വളരെയധികം ഇറ്റലിക്കാർ തൊഴിൽ തേടി അമേരിക്കയിലെത്തി. ആ കൂട്ടത്തിൽ മാഫിയയിലെ അംഗങ്ങളും ഉണ്ടായിരുന്നു.
അമേരിക്കൻ ഇറ്റാലിയൻ മാഫിയയുടെ തുടക്കം കുറിച്ചത് ലൂസിയാനയിലെ ന്യൂ ഓർലിയൻസിൽ നിന്നുമാണ്. മാഫിയ വളരെ പെട്ടെന്ന് തന്നെ രാജ്യത്തിന്റെ എല്ലാ സ്ഥലത്തും വ്യാപിച്ചു. പട്ടിണിയും പരിവട്ടവും തൊഴിലില്ലായ്മയും കാരണം പെട്ടെന്ന് ധനം സമ്പാദിക്കുവാനായിട്ട് ചെറുപ്പക്കാർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന കാലമാണത്. സ്വാഭാവികമായിട്ടും ധാരാളം ക്രിമിനൽ ഗ്രൂപ്പുകൾ അക്കാലത്തുണ്ടായി. ഈ ക്രിമിനൽ ഗ്രൂപ്പുകൾ ബ്ലാക്ക് ഹാൻഡ് എന്നറിയപ്പെട്ടു. 1920കളിൽ അമേരിക്കയിൽ മദ്യനിർമ്മാണം നിയമവിരുദ്ധമാക്കിയിരുന്നു. ആർക്കും ഇനി മദ്യം നിർമ്മിക്കുവാനായിട്ട് കഴിയില്ല. നമ്മുടെ AK ആന്റണി സാറ് ചാരായം നിരോധിച്ച പോലെ ഇതോടെ മദ്യത്തിന് ആവശ്യക്കാർ കൂടി. മദ്യം വിലപിടിപ്പുള്ള ഒരു വസ്തുവായിട്ട് മാറി. ഇത് നല്ലൊരു അവസരമായിട്ട് കണ്ട് പല ഗ്രൂപ്പുകളും കാനഡയിൽ നിന്ന് മദ്യം വാങ്ങി കള്ളക്കടത്ത് നടത്തിയിട്ട് അമേരിക്കയിൽ എത്തിച്ച് വിൽപ്പന ആരംഭിച്ചു. ക്രമേണ ലക്ഷക്കണക്കിന് ഡോളർ വരുമാനമുള്ള ഒരു വ്യവസായമായിട്ട് ഇത് മാറുകയാണ്. ഈ സമയത്ത് ന്യൂയോർക്കിലുള്ള പല ഗ്യാങ്ങുകളുടെ നേതാക്കന്മാർ ഒരുമിച്ച് ജോലി ചെയ്താലുള്ള നേട്ടത്തെപ്പറ്റി ചിന്തിക്കുവാൻ തുടങ്ങി. 100 കണക്കിന് സംഘങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന ഈ ക്രിമിനൽ ഗ്യാങ്ങുകളെ ഒരു കുടക്കീഴിലാക്കിയാൽ നേടുവാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല എന്നവർ മനസ്സിലാക്കി. അമേരിക്കയിൽ മാഫിയ അക്കാലത്ത് ലാ കോസ നോസ്ട്ര എന്നാണ് അറിയപ്പെട്ടത്. അങ്ങനെ എല്ലാ ഗ്യാങ്ങുകളെയും ഒരുമിച്ച് ചേർത്ത് പുതിയതായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന ന്യൂയോർക്ക് മാഫിയയുടെ നേതാവാകുവാനായിട്ട് 2 ഗ്യാങ് ലീഡർമാരാണ് മത്സരിച്ചത്. ഗിസപ്പെ മസോരിയായും സാൽവഡോർ മരൻസാനോയും. ഇപ്പോൾ ഏകദേശം ആ കാലത്തെ രാഷ്ട്രീയ സാമൂഹിക പശ്ചാത്തലം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് ലക്കിയുടെ കഥയിലേക്ക് വരാം. ചാൾസ് ലക്കി ലൂസിയാനോ ഇറ്റലിയിലുള്ള സിസിലിയയിലെ ലർക്കാര ഫ്രീഡിയിൽ 1897 നവംബർ 24 ജനിച്ചു. പിതാവിന്റെ പേര് അന്റോണിയോ ലൂക്കാനിയോ എന്നും മാതാവിന്റെ പേര് റൊസോലിയോ കാപ്രൊല്ലി എന്നുമായിരുന്നു. അവർക്ക് ബർത്തലോമിയ, ഗ്യുസപ്പെ, ഫിലിപ്പ, കോൺസെറ്റ എന്നീ 4 കുട്ടികളുണ്ടായി. ലക്കിയുടെ പിതാവിന്റെ ജോലി സിസിലിയയിലുള്ള ഒരു സൾഫർ ഖനിയിലായിരുന്നു. ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ ആഗ്രഹിക്കുന്നയാളായിരുന്നു അന്റോണിയോ. ലൂസിയാനോയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അന്റോണിയോയും കുടുംബവും 1906 അമേരിക്കയിലേക്ക് കുടിയേറി. ന്യൂയോർക്കിൽ താഴേക്കിടയിലുള്ള ആൾക്കാർ താമസിക്കുന്ന ഈസ്റ്റ് സൈഡ് എന്നറിയപ്പെടുന്ന ചേരി പ്രദേശത്താണ് അവർ താമസം ആരംഭിച്ചത്. ഇറ്റലിക്കാരായിട്ടുള്ള കുടിയേറ്റക്കാർ പ്രധാനമായിട്ടും എത്തിച്ചേരുന്ന ഒരു പ്രദേശമായിരുന്നു അന്നവിടം. 1907 10 വയസ്സുള്ളപ്പോൾ ഒരു കടയിൽ നിന്ന് സാധനങ്ങൾ മോഷ്ടിക്കുമ്പോഴാണ് കൊച്ചു ലക്കി ആദ്യമായിട്ട് അറസ്റ്റിലായത്. ആ പ്രായത്തിൽ തന്നെ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്തി പണം പിടുങ്ങുന്ന ജോലികളിൽ അവൻ ഏർപ്പെട്ടിരുന്നു. സ്കൂളിൽ പോകുന്ന യഹൂദ കുട്ടികളായിരുന്നു അവന്റെ പ്രധാന ഇരകൾ. അവൻ ചോദിക്കുമ്പോൾ പണം കൊടുക്കുവാൻ മടിക്കുന്ന കുട്ടികളെ ലക്കി ലൂസിയാനോ ഉപദ്രവിക്കും. ഇതൊരു പതിവായി. ഒരു ദിവസം ഇതുപോലെ മേയർ ലാൻസ്കി എന്നൊരു മെലിഞ്ഞ യഹൂദ പയ്യനെ ലക്കി ആക്രമിച്ചു. മേയറും അത്ര മോശക്കാരനായിരുന്നില്ല. അവനും അതേ നാണയത്തിൽ തിരിച്ചടിച്ചു. 2 ഭീകരന്മാർ ചെറുപ്രായത്തിൽ വെച്ച് കണ്ടുമുട്ടിയെന്ന് പറയാം. ആ സംഭവത്തോടെ അവർ സുഹൃത്തുക്കളായി. പിൽക്കാലത്ത് അമേരിക്കയിൽ നിന്ന് ലക്കിയെ നാട് കടത്തും വരെ ആ സൗഹൃദം നീണ്ടുനിന്നു. പഠിത്തത്തിൽ മോശമായ ലക്കി 14-ാം വയസ്സിൽ സ്കൂളിൽ നിന്നും കുറ്റിയും പറിച്ച് പുറത്തു ചാടി. തൊപ്പി വിളിക്കലായിരുന്നു അടുത്ത പണി. ആഴ്ചയിൽ $7 വരെ വരുമാനം കിട്ടും. ഒരിക്കൽ കട്ടകൾ ഉരുട്ടുന്ന ഒരു കളിയിൽ പങ്കെടുത്ത് $244 ലക്കി നേടി. നമ്മുടെ നാട്ടിലെ പകട കളിയുടെ മറ്റൊരു വകഭേദം എന്ന് വെച്ചോളൂ. ഇതോടെ തൊപ്പിപ്പണി മതിയാക്കി ലക്കി നേരെ തെരുവിലേക്ക് ഇറങ്ങി. തെരുവായിരുന്നു അവന്റെ ഉള്ളിലെ കുറ്റവാളിയെ വാർത്തെടുത്തത് എന്ന് പറയാം. ആ വർഷം മാതാപിതാക്കൾ ബ്രൂക്ലിനിലെ ട്രുവാൻഡ എന്ന സ്കൂളിൽ ലക്കിയെ ചേർത്തു. കൗമാര പ്രായത്തിൽ തന്നെ ലക്കി കുട്ടി ക്രിമിനലുകളുടെ ചെറിയൊരു ഗ്യാങ്ങിനെ ഉണ്ടാക്കിയെടുത്തിരുന്നു. അതോടൊപ്പം ആ പ്രദേശത്ത് സജീവമായിരുന്ന 5 പോയിന്റ്സ് എന്ന ഗ്യാങ്ങിലും ലക്കി അംഗമായി. തെരുവിലെ മറ്റ് ഗ്യാങ്ങുകളെ പോലെ ആയിരുന്നില്ല ലക്കിയുടെ പ്രവർത്തനം. ചെറിയ ചെറിയ കുറ്റകൃത്യങ്ങളാണ് ലക്കി തുടക്കത്തിൽ ചെയ്തത്. ഇറ്റാലിയൻ ഗ്യാങ്ങും ഐറിഷ് ഗ്യാങ്ങും ജൂതന്മാരായിട്ടുള്ള ചെറുപ്പക്കാരെ ആക്രമിക്കുക അക്കാലത്ത് പതിവായിരുന്നു. അവരുടെ നിസ്സഹായത മുതലെടുക്കുവാനായിട്ട് അവൻ തീരുമാനിച്ചു. ആഴ്ചയിൽ 10 സെന്റ് നാണയം അവർ തരികയാണെങ്കിൽ മറ്റ് ഗ്യാങ്ങുകളിൽ നിന്നും താൻ അവർക്ക് സംരക്ഷണം നൽകാമെന്ന് ലക്കി അവർക്ക് ഉറപ്പ് കൊടുത്തു. ഈ ബോഡി ഗാർഡ് ഏർപ്പാട് മൂലം ധാരാളം പണം അവൻ സമ്പാദിച്ചു. 20-ാമത്തെ വയസ്സിൽ ലക്കി 5 പോയിന്റ്സ് ഗ്യാങ്ങിലെ പ്രധാനപ്പെട്ട അംഗമായിട്ട് മാറി. മുൻ ബോക്സറായ പോൾ കെല്ലി ആയിരുന്നു ഈ ഗ്യാങ്ങിന്റെ തലവൻ. 5 പോയിന്റ് ഗ്യാങ് ചെറുപ്പക്കാരായ ഗുണ്ടകളുടെ ഒരു കൂട്ടായ്മയാണ്. കൂലിത്തല്ല്, പിടിച്ചുപറി, മോഷണം, പോളിംഗ് ബൂത്ത് പിടുത്തം, പെണ്ണ് കൂട്ടിക്കൊടുപ്പ്, കൊലപാതകം, ഇതായിരുന്നു 5 പോയിന്റ്സ് ഗ്യാങ്ങിന്റെ പ്രധാന ജോലികൾ. ഇവരുടെ പ്രവർത്തന മേഖല ന്യൂയോർക്ക് സിറ്റി, ലോവർ മാൻഹട്ടൻ, ഹാർലം, ബ്രൂക്ലിൻ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നടന്നത്. 1916 മുതൽ ലക്കി നിയമവിരുദ്ധമായിട്ട് ചൂതാട്ടം, മോഷണം, ബ്ലാക്ക് മെയിൽ, മറ്റുള്ളവരെ ആക്രമിക്കുക തുടങ്ങിയ അനേകം കേസുകളിൽ ഉൾപ്പെട്ടു. അതോടെ പോലീസ് അന്വേഷിക്കുന്നവരുടെ ലിസ്റ്റിലും പെട്ടു. ഇതേ തുടർന്ന് അറസ്റ്റിലായെങ്കിലും ലക്കിക്ക് അധികകാലം ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നില്ല. ഈ ജയിൽവാസം മൂലം ചുരുങ്ങിയ കാലം കൊണ്ട് അധോലോക സംഘങ്ങൾക്കിടയിൽ ആ യുവാവ് കുപ്രസിദ്ധനായി. അങ്ങനെ ഇരിക്കവെയാണ് 1920 ജനുവരി 17 അമേരിക്ക 18-ാം നിയമ ഭേദഗതി നടപ്പിലാക്കിയത്. എന്നുവച്ചാൽ മദ്യനിരോധനം നിലവിൽ വന്നു. അതോടെ മദ്യം നിർമ്മിക്കുവാനോ വിൽക്കുവാനോ പറ്റാത്ത അവസ്ഥയായി. ഈ സാഹചര്യത്തിൽ മദ്യത്തിന് മുൻപില്ലാത്ത വിധം ഡിമാൻഡ് വർദ്ധിച്ചു.
സത്യത്തിൽ ഈ നിയമം മൂലം ഗുണമുണ്ടായത് മറ്റൊരു കൂട്ടർക്കാണ്. അധോലോക സംഘങ്ങൾക്ക് പണം വാരിക്കോരുവാനുള്ള ഒരു ചാകരയായിട്ട് മദ്യനിരോധനം മാറിയെന്ന് പറയാം. 1920 വന്ന മദ്യനിരോധനത്തെ തുടർന്ന് പണ്ട് ചെറുപ്പത്തിൽ അടിപിടിയിലൂടെ കൂട്ടുകാരായിട്ട് മാറിയ മേയർ ലാൻസ്കിയും ലാൻസ്കിയുടെ സുഹൃത്തായ ബെഞ്ചമിൻ ബക്സി സീഗലുമായിട്ട് ചേർന്ന് ലക്കിയും മദ്യക്കടത്തു തുടങ്ങി. ഈ ബിസിനസ് മൂലം അവർ ജോ അഡോണിസ്, വീറ്റോ ജെനോവിസ്, ഫ്രാങ്ക് കോസ്റ്റല്ലോ എന്നിവരുമായിട്ട് പരിചയത്തിലായി. ഇപ്പോൾ പറഞ്ഞ ഫ്രാങ്ക് കോസ്റ്റല്ലോയുമായിട്ട് പണ്ടത്തെ 5 പോയിന്റ്സ് ഗ്യാങ്ങിൽ വെച്ച് തന്നെ ലക്കിക്ക് മുൻ പരിചയമുണ്ടായിരുന്നു. ആ വർഷം മറ്റൊരു സംഭവം ഉണ്ടായി. ലോവർ മാൻഹട്ടൻ പ്രദേശത്തെ ഒരു ഗ്യാങ് ലീഡറായ ഗിസപ്പെ മസേരിയ എന്ന ഗ്യാങ് ലീഡർ ലക്കി അയാളുടെ ഗൺമാനായിട്ട് റിക്രൂട്ട് ചെയ്തു. 1920കളുടെ അവസാനത്തോടെ ലക്കി ഗിസപ്പെ മസേരിയയുടെ ക്രിമിനൽ സംഘത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ട് മാറി. ഗിസപ്പയുടെ കീഴിൽ ജോലി ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ലക്കിയും കൂട്ടുകാരും അർണോൾഡ് റോസ്റ്റീൻ എന്ന മറ്റൊരു ഗ്യാങ് ലീഡറിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അർണോൾഡ് അറിയപ്പെട്ടത് ദി ബ്രെയിൻ എന്നാണ്. നമുക്ക് മലയാളത്തിൽ ഇയാളെ തലേക്കല്ലൻ എന്ന് വിളിക്കാം. അണ്ടർവേൾഡ് ഡോണുകൾ പോലും ഇയാളെ ബുദ്ധിരാക്ഷസൻ എന്ന് വിശേഷിപ്പിക്കണമെങ്കിൽ അയാൾ എത്ര ജീനിയസ് ആയിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാം. നല്ലൊരു ചൂതാട്ടക്കാരനും അതോടൊപ്പം ബിസിനസ്സുകാരനുമായിട്ടുള്ള അധോലോക നേതാവായിരുന്നു ഈ അർണോൾഡ്. ഗവൺമെന്റ് മദ്യനിരോധനം കൊണ്ടുവന്നപ്പോൾ പണം കൊയ്യുവാനായിട്ട് ഇതാണ് ഏറ്റവും നല്ല മാർഗമെന്ന് ആദ്യം തിരിച്ചറിഞ്ഞതും ഈ തലേക്കല്ലനാണ്. എന്തായാലും അർണോൾഡിന്റെ സാമ്പത്തിക സഹായത്തോടെ ലക്കിയും കൂട്ടുകാരായിട്ടുള്ള വീറ്റോ ജെനോവിസും ഫ്രാങ്ക് കോസ്റ്റല്ലോയും ചേർന്ന് മദ്യക്കച്ചവടം ആരംഭിച്ചു. തലേക്കല്ലൻ ലക്കിയുടെ ഒരു ഉപദേഷ്ടാവുമായിരുന്നു. സമൂഹത്തിൽ എങ്ങനെയാണ് നന്നായിട്ട് പെരുമാറേണ്ടത് എന്ന് തുടങ്ങിയ മൂല്യവത്തായിട്ടുള്ള പല കാര്യങ്ങളും ലക്കിയെ പഠിപ്പിച്ചത് ഈ തലേക്കല്ലനാണ്. അങ്ങനെ ഇരിക്കെ 1923 ഫെഡറൽ അണ്ടർ കവർ ഏജന്റുമാരുടെ ഒരു രഹസ്യ ഓപ്പറേഷനിൽ നമ്മുടെ ലക്കി കുടുങ്ങുകയാണ്. ചതി തിരിച്ചറിയാതെ വേഷം മാറി വന്ന രഹസ്യ ഏജന്റുമാർക്ക് ലക്കി ഹെറോയിൻ കൈമാറി. കയ്യോടെ പിടിയിലുമായി. എന്നാൽ അതിന്റെ പേരിൽ ലക്കി ജയിലിൽ കിടന്നില്ല. സ്വാധീനം മൂലം വേഗത്തിൽ പുറത്തിറങ്ങി. പക്ഷേ സമൂഹത്തിലെ ഉന്നതന്മാർക്കിടയിൽ ഒരു ലഹരി മരുന്ന് വിൽപ്പനക്കാരൻ എന്ന നിലയിൽ അയാൾ നാണം കെട്ടു. നഷ്ടപ്പെട്ടു പോയ തന്റെ ഇമേജ് സമൂഹത്തിൽ വീണ്ടെടുക്കേണ്ടത് ഒരു അത്യാവശ്യ കാര്യമായിട്ട് ലക്കി ലൂസിയാനോ കരുതി. ആ ഇമേജ് അയാൾ നേടിയെടുക്കുക തന്നെ ചെയ്തു. അതിന് മുൻകൈ ഒരുക്കിയതും ഈ തലേക്കല്ലനായിരുന്നു. അതിങ്ങനെയായിരുന്നു. 1923 സെപ്റ്റംബർ 14 ന്യൂയോർക്ക് സിറ്റിയിലെ പോളോ ഗ്രൗണ്ടിൽ വെച്ച് ലോകവിഖ്യാതനായ ജാക്ക് ഡംസിയും ലൂയിസ് ഫിർപോയും തമ്മിലുള്ള വേൾഡ് ഹെവി വെയ്റ്റ് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു വേദി ഒരുങ്ങി. ആ മത്സരം കാണുവാനുള്ള വിലയേറിയ 200ഓളം സീറ്റുകൾ ലക്കി സ്വന്തമാക്കി. എന്നിട്ട് ഉന്നതന്മാരായിട്ടുള്ള ഗ്യാങ്സ്റ്റേഴ്സിനും രാഷ്ട്രീയക്കാർക്കും ഈ ടിക്കറ്റുകൾ സൗജന്യമായിട്ട് വീതം വെച്ചു കൊടുത്തു. നമ്മുടെ തലേക്കല്ലൻ ലക്കിയെ മാൻഹാട്ടനിലെ വാണ മേക്കർ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. എന്നിട്ട് വിലയേറിയ സ്യൂട്ടുകളും മറ്റു വസ്ത്രങ്ങളും വാങ്ങി നൽകി. എന്തായാലും ആ മത്സരം കാണുവാനായിട്ട് അടിപൊളിയായിട്ടാണ് ലക്കി എത്തിയത്. തലേക്കല്ലന്റെ ആ ഐഡിയ വർക്കൗട്ടായി എന്ന് പറയണം. ഇതോടെ ലക്കി പോയ മാനം തിരിച്ചു പിടിച്ചു. സമൂഹത്തിലെ ഉന്നതന്മാരുടെ ഇടയിൽ ഇരുന്ന് മത്സരം കാണുന്ന ലക്കിയെ പലരും അസൂയോടെ നോക്കി നിന്നു. ജാക്കും ഫിർപോയും തമ്മിലുള്ള ഈ ബോക്സിംഗ് മത്സരം ബോക്സിംഗ് ഹിസ്റ്ററിയിലെ ഒരു ക്ലാസിക് പോരാട്ടമായിട്ടാണ് പിൽക്കാലത്ത് അറിയപ്പെട്ടത്. ഫിർപോയുടെ വെടിപൊട്ടും പോലെയുള്ള ഇടിയേറ്റ് ജാക്ക് ഡംസി റിങ്ങിന് പുറത്തേക്ക് തെറിച്ചു വീണിരുന്നു. എങ്കിലും തിരിച്ചു വന്ന് ഇടിമുഴക്കം പോലെ തിരിച്ചടിച്ച് ജാക്ക് ആ മത്സരത്തിൽ വിജയിച്ചു. 1925 ലക്കിയുടെ വരുമാനം ഒരു വർഷം $12 മില്യൺ ആയിരുന്നു. അതും കൂടാതെ $4 മില്യൺ നിയമവിരുദ്ധമായിട്ടുള്ള ചൂതാട്ടത്തിലൂടെയും മദ്യക്കടത്തിലൂടെയും നേടി. ആ സമയമായപ്പോഴേക്കും ന്യൂയോർക്കിൽ നിന്നും ഫിലാഡൽഫിയ വരെ ലക്കിയുടെ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. അതോടൊപ്പം ഗിസപ്പെ മസേരിയയുടെ ക്രിമിനൽ ഗ്യാങ്ങിന്റെ ഏറ്റവും തലപ്പത്തും ലക്കി സ്ഥാനം പിടിച്ചു. ഈ കാലഘട്ടത്തിൽ മസേരിയയുടെ ഏറ്റവും വലിയ എതിരാളിയായിരുന്നു സാൽവഡോർ മറൻസാനോ. സിസിലിയയിലെ കാസ്റ്റർല മേർ നഗരത്തിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഒരു ഗ്യാങ്സ്റ്ററാണ് ഈ മറൻസാനോ. 1928കളിൽ സാൽവഡോർ മറൻസാനോയുടെ കീഴിൽ ഒരു മാഫിയ ഗ്യാങ് പെട്ടെന്ന് വളർന്നു വന്നു. അതോടെ മസേരിയ ഗ്രൂപ്പും മറൻസാനോ ഗ്രൂപ്പും തമ്മിലുള്ള കിടമത്സരമുണ്ടായി. ഈ ഗ്യാങ് വാറിൽ ഇരുവശത്തുമായിട്ട് പലരും കൊല്ലപ്പെട്ടു. കാസ്റ്റല്ല മെരസ് വാർ എന്ന പേരിലാണ് പിന്നീട് ഈ ഗ്യാങ്മാർ അറിയപ്പെട്ടത്. മസേരിയ ഗ്രൂപ്പും മറൻസാനോ ഗ്രൂപ്പും പരമ്പരാഗതമായിട്ട് സിസിലിയൻ മാഫിയയുടെ രീതി പിന്തുടർന്നു വന്നവരായിരുന്നു. എന്നാൽ ലക്കി ലൂസിയാനോയ്ക്ക് സിസിലിയൻ മാഫിയയുടെ രീതിയോട് അത്രയ്ക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. ഇറ്റലിക്കാരല്ലാത്ത മറ്റ് ഗ്യാങ്ങുകളോട് മസേരിയോ ഗ്രൂപ്പും മറൻസാനോ ഗ്രൂപ്പും വിരോധം വെച്ച് പുലർത്തി. അതേസമയത്ത് ലക്കി യഹൂദ ഐറിഷ് ഗ്യാങ്സ്റ്ററുമായിട്ട് ഇടപഴകി. ഇറ്റലിയിൽ ജനിച്ച് അമേരിക്കയിലെത്തിയ ചോരത്തിളപ്പുള്ള എല്ലാ ചെറുപ്പക്കാരുമായിട്ടും ലക്കി ബന്ധം സ്ഥാപിച്ചു. ഇവരാണ് പിന്നീട് യുവ തുർക്കികളെന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടത്. ഈ യുവ തുർക്കികൾക്ക് വ്യക്തമായിട്ടും അറിയാമായിരുന്നു മസേരിയയും മറൻസാനോയും അത്യാർത്ഥിക്കാരും യാഥാസ്ഥിതിയുമാണെന്ന്. അതുകൊണ്ട് മറ്റ് യഹൂദ ഐറിഷ് ഗ്യാങ്ങുകളെ പോലെ തങ്ങൾക്ക് വലിയ നേട്ടമൊന്നും ഉണ്ടാകുന്നില്ല എന്നും അവർ തിരിച്ചറിഞ്ഞു. അതേസമയത്ത് അവരെ തനിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുവാൻ ലക്കിയും തീരുമാനിച്ചു. ഈ സമയമായപ്പോഴേക്കും തലേക്കല്ലൻ അർണോൾഡിൽ നിന്നും എന്താണ് അധോലോകമെന്നും അതിന്റെ വളർച്ചയും വരും കാലത്തെ ഭാവി എന്തായിരിക്കുമെന്നും ലക്കി നന്നായിട്ട് മനസ്സിലാക്കി. അതോടെ അയാൾ ഒരു പദ്ധതി ഉണ്ടാക്കി. എല്ലാ രാജ്യക്കാരെയും ഉൾപ്പെടുത്തിയുള്ള
ഒരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്. അതായിരുന്നു ലക്കി വിഭാവനം ചെയ്ത പദ്ധതി. മുൻപുണ്ടായ കാസ്റ്റല്ല മെരസ് ഗ്യാങ് വാർ മൂലം കേവലം 2 വർഷം കൊണ്ട് ഇരുവശത്തുമായിട്ട് ഡസൻ കണക്കിന് ഗ്യാങ്സ്റ്റർമാർ കൊല്ലപ്പെട്ടിരുന്നു. ഈ കിടമത്സരമാണ് ആദ്യം ഇല്ലാതാക്കേണ്ടതെന്ന് അയാൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. 1929 മെയ് മാസത്തിൽ അറ്റ്ലാന്റിക് സിറ്റിയിൽ വെച്ച് ലക്കി, ജോണി ടോറിയോ, ഫ്രാങ്ക് കോസ്റ്റല്ലോ, കൂട്ടുകാരനായ മേയർ ലാൻസ്കി എന്നീ ഗ്യാങ് നേതാക്കളെ വിളിച്ചുകൂട്ടി ഒരു സമ്മേളനം നടത്തി. ഒരു നാഷണൽ ക്രൈം സിൻഡിക്കേറ്റ് ഉണ്ടാക്കുക, ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ സമ്മേളനം നടന്ന 5 മാസം കഴിഞ്ഞപ്പോൾ ലക്കി ലൂസിയാനോയ്ക്ക് മറക്കുവാൻ കഴിയാത്ത ഒരു അപകടം സംഭവിച്ചു. 1929 ഒക്ടോബർ മാസത്തിൽ ലക്കിയെ 3-4 പേർ ചേർന്ന് ഗൺ പോയിന്റിൽ ഒരു ലിമൂസിൻ കാറിലേക്ക് തള്ളിക്കയറ്റി. എന്നിട്ട് തട്ടിക്കൊണ്ടുപോയി. ആ കാർ അവസാനം എത്തിയത് സ്റ്റാറ്റൻ ഐലൻഡിലെ ഒരു വെയർഹൌസിലാണ്. കിഡ്നാപ്പേഴ്സ് അവിടെയുള്ളൊരു തൂണിൽ ലക്കിയെ കെട്ടിയിട്ടിട്ട് എടുത്തിട്ട് ചവിട്ടിക്കൂട്ടി. തീർന്നില്ല, കത്തിക്ക് ഏതാനും കുത്തുകളും കിട്ടി. ഭാഗ്യത്തിന് ജീവൻ പോയില്ല. എങ്കിലും ജീവിതകാലം മുഴുവനും മുഖത്തൊരു വടുവും പാതി കൂമ്പിയ ഒരു കണ്ണുമാണ് ഈ മർദ്ദനം ലക്കിക്ക് സമ്മാനിച്ചത്. ആ കാലം വരെയും ചാൾസ് ലൂസിയാനോ എന്നറിയപ്പെട്ട ലക്കിക്ക് ലക്കി ലൂസിയാനോ എന്ന പേര് വരുവാൻ തന്നെ കാരണം ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടതുകൊണ്ടാണെന്ന് പറയുന്നു. എന്നാൽ മറ്റു ചില മാഫിയ ചരിത്രകാരന്മാർ പറയുന്നത് ചൂതാട്ടത്തിൽ അയാൾക്കുള്ള ഭാഗ്യം കൊണ്ടാണ് ആ പേര് വന്നത് എന്നാണ്. എന്തായാലും ലക്കിയെ ആരാണ് ആക്രമിച്ചത് എന്ന് ഒരിക്കലും തിരിച്ചറിഞ്ഞില്ല. അയാളെ അപകട സ്ഥലത്തു നിന്നും കണ്ടെത്തിയത് പോലീസായിരുന്നു. പോലീസിനോടും തന്നെ ആരാണ് ആക്രമിച്ചത് എന്ന് അറിയില്ല എന്നാണ് അന്ന് ലക്കി പറഞ്ഞത്. പിന്നീട് ആ സംഭവത്തെക്കുറിച്ച് 1953 ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ലക്കി ഇങ്ങനെ പറഞ്ഞു: ജാക്ക് ഡയമണ്ട് എന്ന ഗ്യാങ്സ്റ്ററെ കണ്ടെത്തുവാനായിട്ട് വേഷം മാറിയ പോലീസുകാരാണ് തന്നെ കിഡ്നാപ്പ് ചെയ്ത് മർദ്ദിച്ചത്. മറ്റൊരു കഥ, മരൻസാനോയുടെ നിർദ്ദേശപ്രകാരമാണ് ആ ആക്രമണം ഉണ്ടായത് എന്നാണ്. കാരണം മസേരിയയുടെ കീഴിലുള്ള ഗേറ്റാനോ റെയ്ന എന്ന ഒരാൾ മരൻസാനോയുടെ പക്ഷത്തേക്ക് കൂറുമാറി. അതോടെ മസേരിയ ലക്കിയോട് റെയ്നയെ കൊലപ്പെടുത്തുവാനായിട്ട് നിർദ്ദേശിച്ചു. 1930 ഫെബ്രുവരി 26 റെയ്ന കൊല്ലപ്പെട്ടു, അതും ലക്കിയുടെ കൈകൊണ്ട്. അതോടെ കാസ്റ്റല്ല മെരസ് യുദ്ധത്തിന് ആക്കം കൂടി. അതേ സമയത്ത് ലക്കി ആകട്ടെ മറുവശത്തുള്ള മരൻസോനോയുമായിട്ട് ബന്ധം ഉറപ്പിച്ചു. ഇരുവശത്തുമുള്ള ചെറുപ്പക്കാരായ കുറ്റവാളികൾ ഒരു നേതാവ് മറ്റൊരു നേതാവിനെ കൊല്ലുന്നതിനായിട്ട് കാത്തിരുന്നു. സ്വാഭാവികമായിട്ടും മസേരിയോ ലക്കിയുടെ ശത്രുവായി. പരസ്പരം തമ്മിൽ തല്ലി അവശേഷിക്കുന്ന ആ നേതാവിനെ വധിക്കുവാനായിട്ട് മറ്റൊരു ഗ്യാങ് തയ്യാറായി. ആ ഗ്യാങ്ങിന്റെ നേതാവായിട്ട് ലക്കി മാറി. 1931 ഗ്യാങ് വാർ മരൻസാനോയ്ക്ക് അനുകൂലമായിട്ട് മാറി. എന്നാൽ അപ്പോഴും മസേരിയ ശക്തനായിരുന്നു. കൂടുതൽ കാത്തിരിക്കുവാനായിട്ട് മരൻസാനോ തയ്യാറായിരുന്നില്ല. അതേസമയത്തും ഗിസപ്പെ മസേരിയയുടെ കീഴിലാണ് ലക്കി ജോലി ചെയ്യുന്നത്. ലക്കി ലൂസിയാനുമായിട്ട് മരൻസാനോ ഒരു രഹസ്യ ധാരണയിലെത്തി. മസേരിയയുടെ വധമായിരുന്നു മരൻസാനോ ആഗ്രഹിച്ചത്. അതിന് പ്രതിഫലമായിട്ടും മസേരിയയുടെ സാമ്രാജ്യം മരൻസാനോ ലക്കി ലൂസിയാനോയ്ക്ക് വാഗ്ദാനം ചെയ്തു. ലക്കി ലൂസിയാനോ വളരെ ബുദ്ധിപൂർവ്വം തന്റെ നേതാവായിട്ടുള്ള മസേരിയയെ കൊലപ്പെടുത്തുവാനായിട്ട് ഒരു പദ്ധതി ആസൂത്രണം ചെയ്തു. അപ്പോഴേക്കും ഒരു ഷാർപ്പ് ഷൂട്ടറായ ബെഞ്ചമിൻ ബഗ്സിയെ മേയർ ലാൻസ്കി വാടകയ്ക്കെടുത്തിരുന്നു. അതോടൊപ്പം മറ്റു 3 പേരെ ലക്കിയും വിളിച്ചുകൂട്ടി. 1931 ഏപ്രിൽ 15 മസേരിയയെ കോണി ഐലൻഡിലെ സ്കാർപാറ്റോസ് ഡുവോവോ വില്ലോ ടമാരോ എന്ന റെസ്റ്റോറൻറ്റിലേക്ക് ലൂസിയാനോ ആഹാരം കഴിക്കുവാനായിട്ട് ക്ഷണിച്ചു. ലക്കിയുടെ വഞ്ചന മനസ്സിലാകാതെ മസേരിയയിൽ 2 ബോഡി ഗാർഡുകളും വിരുന്നിനെത്തി. വിരുന്നിന് ശേഷം അവർ ചീട്ട് കളിക്കുവാനായിട്ട് തീരുമാനിച്ചു. അവർ ചീട്ട് കളിക്കുന്ന സമയത്ത് വാടക കൊലയാളികളായിട്ടുള്ള വീറ്റോ ജെനോവിസ്, ആൽബർട്ട് അനസ്റ്റാസിയ, ജോ അഡോണിസ്, ബെഞ്ചമിൻ ബക്സി സീഗൽ എന്നിവരടങ്ങുന്ന ഒരു കൊലപാതക സംഘം ആ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവേശിച്ചു. എന്നാൽ അതിന് തൊട്ടു മുൻപ് തന്നെ ലക്കി ലൂസിയാനോ വളരെ തന്ത്രപൂർവ്വം തനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഒഴിവായി. സ്വന്തം ആശാനെ ലക്കി പിന്നിൽ നിന്നും കുത്തിയെന്ന് പറയുന്നതാവും കൂടുതൽ നല്ലത്. റെസ്റ്റോറൻറ്റിലേക്ക് ഇരച്ചു കയറിയ കൊലയാളികൾ 4 പാടും വെടിവെച്ചു. മസേരിയ ദാരുണമായിട്ട് കൊല്ലപ്പെട്ടു. മസേരിയയുടെ വധത്തോടെ ലക്കിയെ മരൻസാനോ രണ്ടാമത്തെ മാഫിയ നേതാവായിട്ട് അവരോധിച്ചു. മുൻപ് കൊല്ലപ്പെട്ട മസേരിയയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാമ്പത്തികവും ലാഭവിഹിതവും മസേരിയയുടെ വധത്തോടെ ലക്കി ലൂസിയാനോയ്ക്ക് വന്നു ചേർന്നു. അമേരിക്കയിലെ മൊത്തം മാഫിയയുടെയും തലവനാവുക എന്നതായിരുന്നു മരൻസാനോയുടെ ജീവിത ലക്ഷ്യം. അതാണ് ഇവിടെ സാധിച്ചത്. ചുരുക്കത്തിൽ ന്യൂയോർക്ക് മാഫിയയുടെ നേതാവ് മരൻസാനോ ആയിട്ട് മാറി. കാപ്പോ ഡി ടുറ്റി കാപ്പി എന്ന് വെച്ചാൽ ബോസ് ഓഫ് ആൾ ബോസസ് ആയിട്ട് മരൻസാനോ മാറുകയാണ്. ഒപ്പം മരൻസാനോയുടെ വലം കൈയായിട്ട് ലക്കി ലൂസിയാനോയും. മരൻസാനോയും ലക്കിയും ന്യൂയോർക്കിലെ ഇറ്റാലിയൻ അമേരിക്കൻ മാഫിയ മെമ്പർമാരുടെ ഒരു യോഗം വിളിച്ചുകൂട്ടി. മരൻസാനോ ന്യൂയോർക്കിലെ ഗ്യാങ്ങുകളെ ഏകോപിച്ച് ഒരു സംഘടനയാക്കി. അതാണ് പിന്നീട് ലാ കോസ നോസ്ട്ര എന്നറിയപ്പെട്ടത്. മരൻസാനോ ഈ സംഘടനയെ 5 ക്രൈം ഫാമിലി ആയിട്ട് വിഭജിച്ചു. ഓരോ ഫാമിലിക്കും ഓരോ നേതാവിനെ നിശ്ചയിച്ചു. ജോ പ്രൊഫാസി, ടോമി ഗാഗ്ലിയാനോ, വിൻസെന്റും മങ്കാനോ എന്നിവരായിരുന്നു 3 ക്രൈം ഫാമിലിയുടെ നേതാക്കൾ. ബാക്കി വന്ന 2 ക്രൈം ഫാമിലിയുടെ നേതാക്കൾ മരൻസാനോയും ലക്കി ലൂസിയാനോയുമായിരുന്നു. എല്ലാവരുടെയും നേതാവായിട്ട് മരൻസാനോ മാറി. കാരണം കൂടാതെ ആരെയും കൊല്ലരുതേ എന്നും
പുറത്തുള്ളവരോട് മാഫിയയെക്കുറിച്ച് പറയരുത് എന്നും മരസാനോ നിഷ്കർഷിച്ചു. എങ്കിലും മരൻസാനോ മറ്റ് ക്രൈം ഫാമിലിക്ക് കിട്ടേണ്ടിയിരുന്ന ലാഭം സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എടുത്തിരുന്നു. ഇത് മറ്റുള്ളവരിൽ വലിയ അതൃപ്തിയുണ്ടാക്കി. ലൂസിയാനോ പുറമേക്ക് മരൻസാനോയോട് വലിയ എതിർപ്പൊന്നും കാണിച്ചില്ല. എന്നാൽ മരൻസാനോ മസേരിയായേക്കാളും അത്യാർത്ഥിക്കാരനാണെന്ന് വൈകാതെ അയാൾ മനസ്സിലാക്കി. ഉള്ളുകൊണ്ട് കാര്യങ്ങൾക്ക് ഒരു മാറ്റം വരണമെന്ന് ലക്കി ആഗ്രഹിച്ചു. മാഫിയയുടെ ഏറ്റവും വലിയ നേതാവായ മരൻസാനോയുടെ അധികാരഭാവത്തിൽ മറ്റു കുടുംബങ്ങളുടെ നേതാക്കന്മാർക്ക് അതൃപ്തിയുണ്ടായി, പ്രത്യേകിച്ചും ലക്കി ലൂസിയാനോയ്ക്ക്. എന്നാൽ മരൻസാനോയും അത്ര വിഡ്ഢിയായിരുന്നില്ല. ലക്കിയുടെ മനസ്സിലിരിപ്പ് അയാളും തിരിച്ചറിഞ്ഞു. തനിക്ക് ലൂസിയാനോ ഒരു ഭീഷണിയാണെന്ന് മരൻസാനോ മനസ്സിലാക്കി. അതുകൊണ്ട് ലക്കിയെയും കൂട്ടാളികളെയും കൊല്ലുവാനായിട്ട് മരൻസാനോ തീരുമാനിച്ചു. ഐറിഷുകാരനായിട്ടുള്ള വിൻസെന്റ് കോൾ എന്ന കൂലിക്കൊലയാളിയെ ആ ജോലിക്ക് വേണ്ടി നിയോഗിച്ചു. അതോ ലോകത്ത് പേപ്പട്ടി എന്ന പേരിലാണ് വിൻസെന്റ് അറിയപ്പെടുന്നത്. മുൻപ് ജോസഫ് റാവോ എന്ന മദ്യക്കടത്തുകാരനെ തട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വിൻസെന്റ് കോൾ ഒരു ശ്രമം നടത്തിയിരുന്നു. വലിയൊരു മദ്യക്കടത്തുകാരനായ ഡച്ച് ഷൂൾസിന്റെ സുഹൃത്തായിരുന്നു ജോസഫ് റാവോ. വിൻസെന്റിന്റെ തട്ടിക്കൊണ്ടു പോകൽ ശ്രമം പരാജയപ്പെട്ടു. പേപ്പട്ടിയുടെ 4 കൂട്ടാളികൾ സബ് മെഷീൻ ഗണ്ണിനുള്ള വെടിയേറ്റ് വീണു. മൈക്കൽ എന്നൊരു കുട്ടിയും ആശുപത്രിയിൽ വെച്ച് മരണമടഞ്ഞു. അതോടെ ന്യൂയോർക്ക് പോലീസ് പേപ്പട്ടി വിൻസെന്റിന് വേണ്ടിയിട്ട് വേട്ട തുടർന്നു. പേപ്പട്ടി അതോടെ ഒളിവിൽ പോയി. ഒക്ടോബർ 4 പേപ്പട്ടിയെ ബ്രോങ്സിലുള്ള ഒരു ഹോട്ടലിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തു. അതിനുശേഷം വന്ന സെപ്റ്റംബർ മാസത്തിൽ മരൻസാനോയുടെ ആൾക്കാർ ഈ പേപ്പട്ടിയുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോഴേക്കും പേപ്പട്ടി ജാമ്യത്തിൽ ഇറങ്ങിയിരുന്നു. ലക്കിയെയും കൂട്ടുകാരെയും കൊല്ലുവാനായിട്ട് മരൻസാനോയിൽ നിന്നും $25,000 അഡ്വാൻസ് ആയിട്ട് പേപ്പട്ടി കൈപ്പറ്റി. ലക്കിയോടും വീറ്റോ ജനോവിസിനോടും ഫ്രാങ്ക് കാസ്റ്റല്ലോയോടും മാൻഹാട്ടനിലെ 230 പാർക്ക് അവന്യൂവിലുള്ള ന്യൂയോർക്ക് സെൻട്രൽ ബിൽഡിംഗിൽ, അതായത് ഇപ്പോഴത്തെ ഹൈംസ്ലേ ബിൽഡിംഗിൽ എത്തുവാനായിട്ട് മരൻസാനോ നിർദ്ദേശം നൽകി. അവിടേക്ക് എത്തുന്ന ലക്കിയെയും കൂട്ടുകാരെയും ഓഫീസിൽ വെച്ചോ അല്ലെങ്കിൽ അവർ പുറത്തേക്ക് പോകുമ്പോഴോ കൊല്ലുവാനായിട്ട് ഈ പേപ്പട്ടിക്ക് മരൻസാനോ നിർദ്ദേശം കൊടുത്തിരുന്നു. 35 നിലയുള്ള ന്യൂയോർക്ക് സെൻട്രൽ ബിൽഡിംഗിന്റെ 9ാം നിലയിൽ മരൻസാനോയ്ക്ക് ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ഈഗിൾ ബിൽഡിംഗ് ആൻഡ് കോർപ്പറേഷനു വേണ്ടി ആ സമയം മരൻസാനോ വർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ മറവിൽ ലഹരി മരുന്ന് കച്ചവടവും വ്യഭിചാരവുമായിരുന്നു അയാൾ പ്രധാനമായിട്ടും ചെയ്തത്. 3 പേരെയും ഒരുമിച്ച് കൊല്ലുവാനായിരുന്നു മരൻസാനോയുടെ പദ്ധതി. എന്നാൽ മരൻസാനോയുടെ ഈ പ്ലാന് മറ്റൊരു സുഹൃത്തായിട്ടുള്ള ടോമി ലുച്ചേസെ വഴി മുൻകൂട്ടി ലക്കി ലൂസിയാനോ അറിഞ്ഞിരുന്നു. മരൻസാനോയും അവിടെ വെച്ച് തീർക്കുവാനായിട്ട് ലക്കിയും ഒരു പദ്ധതി തയ്യാറാക്കിയിരുന്നു. ചിക്കാഗോയിലെ മാഫിയ തലവനായ അൽ കാപ്പോണിനെയും ന്യൂയോർക്കിൽ നിന്ന് ലക്കിയെയും ഒഴിവാക്കേണ്ടത് മരൻസാനോയുടെ ആവശ്യമായിരുന്നു. ലക്കിക്ക് തൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി ഉണ്ടെന്ന് മരൻസാനോയ്ക്ക് അറിയാം. പക്ഷേ മരൻസാനോ താമസിച്ചു പോരുന്നു. ജൂതന്മാരായിട്ടുള്ള 4 കൊലയാളികളെ സുഹൃത്തുക്കളായ മേയർ ലാൻസ്കിയുടെയും ബക്സി സീഗലിന്റെ സഹായത്തോടെ ലൂസിയാനോ തയ്യാറാക്കി. മരൻസാനോയുടെ ആൾക്കാർ തിരിച്ചറിഞ്ഞെങ്കിലോ എന്ന് വിചാരിച്ചാണ് അങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കിയത്. ഫെഡറൽ ഏജന്റുമാരുടെ വേഷവും ധരിച്ച് ഈ 4 കൊലയാളികളും ഒരു റെയ്ഡിനെന്ന പോലെ അവിടെ എത്തി. മരൻസാനോയുടെ ബോഡി ഗാർഡുകളെ 2 പേർ നിരായുധരാക്കി. 2 പേർ മരൻസാനോയുടെ നേർക്ക് നീങ്ങി. എന്നിട്ട് അയാളെ ഭിത്തിയോട് ചേർത്ത് പിടിച്ചു. ചങ്കിലും വയറ്റിലും മുഖത്തുമായിട്ട് 4 കത്തിക്കുത്തുകൾ. മരൻസാനോയുടെ വായ അവർ കീറി മുറിച്ചു. അതിനുശേഷം കഴുത്ത് ഞെരിച്ചു. തീർന്നില്ല. മരണം ഉറപ്പാക്കുവാനായിട്ട് അവസാനമായിട്ട് 6 വെടിയുണ്ടകൾ കൂടി മരൻസാനോയുടെ ശരീരത്തിലേക്ക് പായിച്ചു. മരൻസാനോ പിടഞ്ഞ് നിശ്ചലമായി. ഈ കൊലയാളികൾ വീറ്റോ ജനോവിസ്, ജോ അഡോണിസ്, ആൽബർട്ട് അനസ്റ്റാസിയ, സാമുവൽ ലോവൽ എന്നിവരാണെന്ന് പറയപ്പെടുന്നു. ക്രൈം സീനിൽ നിന്നും കൊലയാളികൾ വേഗം രക്ഷപ്പെട്ടു. ലക്കിയെയും കൂട്ടുകാരെയും കൊലപ്പെടുത്തുവാനായിട്ട് മരൻസാനോയുടെ ഓഫീസിലേക്ക് മാഡോഗും കൂട്ടാളികളും വരുന്നതിന് തൊട്ടു മുൻപാണ് പോലീസ് വേഷധാരികളായിട്ടുള്ള 4 കൊലയാളികൾ സ്ഥലം വിട്ടത്. കൃത്യസമയത്ത് സംഭവ സ്ഥലത്ത് വന്ന പേപ്പട്ടി വിൻസെന്റ് ആകട്ടെ ഫെഡറൽ ഏജന്റുമാരുടെ വേഷം കെട്ടിവന്ന കൊലയാളികളെ കണ്ട് അവിടെ നിന്നും ജീവനും കൊണ്ട് രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ ഉണ്ടായത് ഒരു കൊലപാതക പരമ്പരയാണ്. 1931 സെപ്റ്റംബർ 13 മരൻസാനോയുടെ അനുഭാവികളായ സാമുവൽ മൊണോക്കോ, ലൂയിസ് റൂസോ എന്നിവരുടെ ജഡങ്ങൾ നൊവാർക്ക് ബേയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു. അവർ അതിക്രൂരമായിട്ട് മർദ്ദിക്കപ്പെട്ടതിന്റെ തെളിവ് മൃതശരീരത്തിൽ ഉണ്ടായിരുന്നു. പിറ്റ്സ്ബർഗ് ക്രൈം ഫാമിലിയുടെ നേതാവായിരുന്ന ജോസഫ് സിറാഗുസ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കാണപ്പെട്ടു. ഒക്ടോബർ 15 ലോസ് ഏഞ്ചലസ് ക്രൈം ഫാമിലിയുടെ നേതാവായ ജോ അർഡസോനെ കാണാതെയായി. എവിടേക്ക് പോയെന്നറിയില്ല. ഇതിന്റെ പിന്നിൽ ലക്കിയാണെന്ന് പറയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ പഴയ ക്രൈം ഫാമിലിയിലെ എല്ലാ നേതാക്കന്മാരും കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതോടെ സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് വേണ്ടി പഴയ മാഫിയ വീണ്ടും വരികയാണ്. ഒരു പുതിയ നാഷണൽ ക്രൈം സിൻഡിക്കേറ്റ് നിലവിൽ വന്നു. ആ സിൻഡിക്കേറ്റിന്റെ ഡയറക്ടർമാരായിട്ട് മേയർ ലാൻസ്കി, ജോ അഡോണിസ്, ഡച്ച് ഷുൾസ്, ലൂയിസ് ലെപ്കെ, ഫ്രാങ്ക് കാസ്റ്റല്ലോ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള അധോലോക നേതാക്കന്മാർ തെരഞ്ഞെടുക്കപ്പെട്ടു. അവരുടെ നേതാവായിട്ട് ലക്കി വളരെ ബുദ്ധിപൂർവ്വം ബോസ് ഓഫ് ആൾ ബോസസ് അല്ലെങ്കിൽ കാപ്പോ ഡി ടുറ്റി കാപ്പി എന്ന സ്ഥാനം മാത്രം സ്വീകരിച്ചില്ല. 1931 അവസാനത്തോടെ അധോലോക നേതാക്കന്മാരുടെ ഒരു മീറ്റിംഗ് ചിക്കാഗോയിൽ ലക്കി വിളിച്ചുകൂട്ടി.
സംഘടിത കുറ്റകൃത്യങ്ങൾക്ക് ഒരു ഗവേണിംഗ് ബോഡി വേണമെന്ന് ലക്കി നിർദ്ദേശം മുൻപോട്ട് വെച്ചു. ക്രൈം ഫാമിലികൾ തമ്മിലുള്ള അധികാര വടംവലി ഒഴിവാക്കുക, ഓരോ പ്രദേശങ്ങൾ ആരൊക്കെ ഭരിക്കണം, ഗ്യാങ് വാറുകൾ അവസാനിപ്പിക്കുക, ഇതായിരുന്നു ആ കമ്മീഷന്റെ ലക്ഷ്യം. അവിടെ കൂടിയ എല്ലാ നേതാക്കന്മാരും ആ കമ്മീഷൻ അംഗീകരിച്ചു. ഇതോടെ എല്ലാ ക്രൈം ഫാമിലിയുടെയും മേല് ലക്കിക്ക് അധികാരം വന്നുവെന്ന് പറയാം. 1935 ഈ ക്രൈം ഫാമിലിക്ക് ജർമ്മൻ ജൂത അധോലോക നേതാവായ ഡച്ച് ഷുട്സിനെ വകവരുത്തുക എന്ന തീരുമാനം എടുക്കേണ്ടി വന്നു. സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായ തോമസ് ഇ ഡ്യൂയി ടാക്സ് വെട്ടിപ്പിന്റെ പേരിൽ ഷൂട്സിനെതിരായിട്ട് 2 കേസുകൾ എടുത്തു. എന്നിട്ട് അതിന്റെ വിചാരണ ആരംഭിച്ചു. അതോടെ ഷൂട്സിന്റെ സാമ്പത്തികം വളരെ പരുങ്ങലിലായി. പ്രോസിക്യൂട്ടർ തോമസിനെ കൊലപ്പെടുത്തണമെന്ന ആവശ്യം ഷൂട്സ് ക്രൈം ഫാമിലിക്ക് മുൻപിൽ ഉന്നയിച്ചു. എന്നാൽ കമ്മീഷൻ അത് നിരസിച്ചു. നിയമപാലകരെയോ നീതിപതികളെയോ കൊലപ്പെടുത്തിയാൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നും നാഷണൽ ക്രൈം സിൻഡിക്കേറ്റിന്റെ പതനത്തിനു വരെ അത് കാരണമാകുമെന്നും ലക്കിക്കറിയാം. അതോടെ നിയമമേഖലയുമായിട്ട് ബന്ധപ്പെട്ട ആരെയും ഉപദ്രവിക്കുവാൻ പാടില്ല എന്ന ഒരു നിയമം പെട്ടെന്ന് തന്നെ ഈ കമ്മീഷൻ പാസാക്കി. അതോടെ ഏത് വിധേനയും താൻ തോമസ് ഡ്യൂയെ വധിക്കുമെന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചുകൊണ്ട് ആ മീറ്റിംഗിൽ നിന്ന് ഷൂട്ട്സ് ഇറങ്ങിപ്പോയി. നാഷണൽ ക്രൈം സിൻഡിക്കേറ്റിന് മർഡർ ഇൻകോർപ്പറേറ്റ് എന്ന് വിളിക്കുന്ന കൂലി കൊലയാളികളുടെ ഒരു സംഘമുണ്ടായിരുന്നു. നിഷ്ഠൂരന്മാരായിട്ടുള്ള കൊലയാളികളുടെ ഒരു കൂട്ടമായിരുന്നു അത്. ആൽബർട്ട് അനസ്റ്റാസി ആയിരുന്നു അതിന്റെ ലീഡർ. പ്രോസിക്യൂട്ടർ തോമസ് ഡ്യൂയെ കൊല്ലുവാനായിട്ട് ഈ ഷൂൾട്ട് മർഡർ ഇൻകോർപ്പറേറ്റിനോട് ആവശ്യപ്പെട്ടു. ഈ കാര്യം അനസ്റ്റാസിയ ഉടൻ തന്നെ ലക്കിയെ അറിയിച്ചു. വാർത്തയറിഞ്ഞ ക്രൈം ഫാമിലി അടിയന്തരമായിട്ടൊരു മീറ്റിംഗ് കൂടി. 6 മണിക്കൂറിന് ശേഷം കമ്മീഷൻ ഷൂൾസിനെ വധിക്കുവാനായിട്ട് ഓർഡർ ഇട്ടു. അതിന്റെ ഉത്തരവാദിത്വം ലെപ്കെ ബുച്ചാൾട്ടർ എന്ന കൊലയാളിയെ ഏൽപ്പിച്ചു. 1935 ഒക്ടോബർ 23 ന്യൂ ജേഴ്സിയിലെ നെവാർക്കിലുള്ള 12 ഈസ്റ്റ് പാർക്ക് സ്ട്രീറ്റിലുള്ള പാലസ് ചോപ്പ് ഹൗസ് റെസ്റ്റോറന്റിൽ വെച്ചാണ് ആ വധം നടന്നത്. ആ സമയത്ത് റെസ്റ്റോറന്റിൽ ഷൂൾസിന്റെ ചീഫ് ലൂട്ടനന്റ്, പേഴ്സണൽ ബോഡി ഗാർഡ്, അക്കൗണ്ടന്റ് തുടങ്ങിയവരുണ്ടായിരുന്നു. കൊലയാളികൾ കടന്നു വന്ന സമയം ഷൂൾസ് ബാത്റൂമിലായിരുന്നു. മർഡർ ഇൻകോർപ്പറേറ്റിന്റെ 2 കൊലയാളികളായ ചാൾസ് വർക്കുമാനും എമ്മാനുവൽ വെയ്സും റെസ്റ്റോറന്റിന്റെ പിന്നിലെ മുറിയിലൂടെയാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. ഒരു കൂട്ട വെടിവയ്പ്പാണ് പിന്നെ അവിടെ അരങ്ങേറിയത്. എല്ലാവർക്കും തന്നെ വെടിയേറ്റു. ബാത്റൂമിൽ നിന്ന് ഷൂൾസ് വെടിയേറ്റാണ് വാതിലും തുറന്ന് പുറത്തേക്ക് ചാടിയത് എന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. 2 ആംബുലൻസിലായിട്ട് നെവാർക്കിലെ സിറ്റി ഹോസ്പിറ്റലിൽ പോലീസ് അവരെ എത്തിച്ചു. പിറ്റേ ദിവസം ഷൂൾസും മറ്റു 2 പേരും മരണമടഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം അയാളുടെ ലൂട്ടനന്റും മരണമടഞ്ഞു. 1936 ഗവൺമെന്റ് പ്രോസിക്യൂട്ടർ തോമസ് ഡ്യൂയുടെ അസിസ്റ്റന്റും ഡിസ്ട്രിക്ട് അറ്റോർണിയുമായ യൂനൈസ് കാർട്ടർ എന്ന യുവതി ലക്കിയുടെ പ്രോസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്കിനെതിരെ അന്വേഷണം തുടങ്ങി. അവരുടെ അന്വേഷണത്തിൽ ന്യൂയോർക്കിലെയും ന്യൂ ജേഴ്സിയിലെയും പ്രോസ്റ്റിറ്റ്യൂഷൻ നെറ്റ്വർക്കിൽ നിന്നും കോടികളായിരുന്നു ലക്കിയിലേക്ക് ഒഴുകിയെത്തിയിരുന്നത്. വ്യഭിചാരിണികളെ ഇന്റർവ്യൂ ചെയ്തും വയർ ടാപ്പിങ്ങിലൂടെ രഹസ്യം ചോർത്തിയും യൂനൈസ് തെളിവുകൾ കണ്ടെത്തി. 1936 ഫെബ്രുവരി 2 മാൻഹാട്ടനിലും ബ്രൂക്ലിനിലുമായിട്ട് 200ഓളം വേശ്യാലയങ്ങൾ യൂനൈസ് റെയ്ഡ് ചെയ്തു. ഈ റെയ്ഡിന്റെ കാര്യം പോലീസിൽ നിന്നും ചോർന്നു പോകാതെ ഇരിക്കുവാനുള്ള സകല മുൻകരുതലുകളും യൂനൈസ് എടുത്തിരുന്നു. അതിനായിട്ട് പുറത്തുനിന്നുമുള്ള 160 പോലീസുകാരെയാണ് അവൾ റെയ്ഡിനായിട്ട് തെരഞ്ഞെടുത്തത്. ചുരുങ്ങിയ സമയം കൊണ്ട് 10 പുരുഷന്മാരും 100 സ്ത്രീകളും അറസ്റ്റിലായി. മുൻപ് സംഭവിച്ചതുപോലെ അവരെ വിട്ടയക്കാതെ നേരെ കോടതിയിലേക്ക് അയക്കുകയാണ് യൂനൈസ് ചെയ്തത്. പ്രോസ്റ്റിറ്റ്യൂട്ടുകളിൽ ചിലരുടെ വിശ്വാസം നേടിയെടുക്കുവാനായിട്ട് ഇതിനോടകം അവൾക്ക് കഴിഞ്ഞിരുന്നു. അവരിൽ പലരും വേശ്യാലയം നടത്തിപ്പുകാരിൽ നിന്നും മർദ്ദനമേറ്റ കാര്യവും പല രീതിയിലുള്ള ചൂഷണത്തിന് തങ്ങൾ ഇരയായിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യവും ആ കോടതിയിൽ വെളിപ്പെടുത്തി. അതിൽ 3 പേർ സെക്സ് റാക്കറ്റിന്റെ ലീഡർ ലക്കിയാണെന്ന് പറഞ്ഞു. ലക്കിയുടെ ന്യൂയോർക്കിലെ സെക്സ് റാക്കറ്റിന്റെ ചുമതല ഡേവിഡ് ബെറ്റിലോ എന്നയാളിനായിരുന്നു. ലക്കി പണം സ്വീകരിച്ചതും ഇതേ ഡേവിഡിൽ നിന്നുമാണ്. ആ വർഷം മാർച്ച് അവസാനത്തോടെ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നുള്ളൊരു ഇൻഫർമേഷൻ ലക്കിക്ക് കിട്ടി. ഉടൻ തന്നെ അർക്കൻസാസിലെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് ലക്കി മുങ്ങി. എന്നാൽ ലക്കിയുടെ കഷ്ടകാലത്തിന് വേറെ എന്തോ ആവശ്യത്തിനായിട്ട് ഹോട്ട് സ്പ്രിങ്ങിൽ വന്ന ഒരു ന്യൂയോർക്ക് ഡിറ്റക്റ്റീവ് ലക്കി അവിടെ വെച്ച് തിരിച്ചറിഞ്ഞു. അയാൾ വേഗം തോമസ് ഡ്യൂയെ കാര്യം അറിയിച്ചു. ന്യൂയോർക്കിൽ നിന്നുമുള്ള ക്രിമിനൽ വാറന്റ് പ്രകാരം ഹോട്ട് സ്പ്രിങ്ങിൽ വെച്ച് അയാൾ അറസ്റ്റിലായി. അതിന്റെ പിറ്റേ ദിവസം ന്യൂയോർക്കിൽ വെച്ച് നിർബന്ധിത വ്യഭിചാരത്തിന് ലക്കിയെ ഡ്യൂയി കുറ്റം ചുമത്തി. അതോടെ കുറ്റവാളി എന്ന് തെളിഞ്ഞ ലക്കിയെ സ്വന്തം നാടായിട്ടുള്ള ഇറ്റലിയിലേക്ക് തിരികെ നാട് കടത്തുമെന്ന അവസ്ഥ വരികയാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കുവാനായിട്ട് ലക്കിയുടെ വക്കീലന്മാർ നിയമ പോരാട്ടവും ആരംഭിച്ചു. ഏപ്രിൽ 6 കോട്ടൺ ക്ലബിന്റെ ഉടമയായ ഓണി മാഡൻ എന്ന വ്യക്തി ലക്കിയെ രക്ഷിക്കുകയാണെങ്കിൽ $50,000 കൈക്കൂലി നൽകാമെന്ന് അർക്കൻസാസ് അറ്റോർണി ജനറലായ കാൾ ബെയ്ലിയോട് പറഞ്ഞു. ബെയ്ലി ആകട്ടെ ആ കൈക്കൂലി നിരസിച്ചു. എന്നിട്ട് തനിക്ക് ഇന്ന വ്യക്തി ലക്കിക്ക് വേണ്ടിയിട്ട് കൈക്കൂലി തരുവാനായിട്ട് ശ്രമിച്ചുവെന്ന് മുകളിലേക്ക് റിപ്പോർട്ടും ചെയ്തു. അർക്കൻസാസിലെ അധികൃതർ ഏപ്രിൽ 17 3 പോലീസ് ഡിറ്റക്റ്റീവിനൊപ്പം ലക്കിയെ ന്യൂയോർക്കിൽ വിചാരണ നേരിടുവാനായിട്ട് ഒരു ട്രെയിനിൽ കയറ്റി അയച്ചു. എന്നാൽ മിസൗറിയിലെ സെന്റ് ലൂയിസിൽ ട്രെയിൻ എത്തിയപ്പോൾ പൊടുന്നനെ ഡിറ്റക്റ്റീവുകൾ ലക്കിയെയും കൊണ്ട് വേറെ ഒരു ട്രെയിൻ മാറിക്കയറി. ലക്കി ലൂസിയാനോയെ രക്ഷപ്പെടുത്തുവാനായിട്ട് അധോലോകം ഏതു വിധേനയും ശ്രമിക്കുമെന്ന് അവർക്കറിയാം.
അതോ ലോകത്തിന്റെ ആക്രമണം ഭയന്ന് 20 പോലീസുകാരെയാണ് ലക്കിക്ക് ചുറ്റും കാവലിന് ഏർപ്പെടുത്തിയത്. ഏപ്രിൽ 18-ന് ന്യൂയോർക്കിലെ കോടതിയിൽ എത്തിയ ലക്കിക്ക് വിധിച്ചത് ജാമ്യമില്ലാതെ ജയിലിൽ പോവുക എന്ന ഉത്തരവായിരുന്നു. മെയ് 13-നാണ് ലക്കിയുടെ വിചാരണ തുടങ്ങിയത്. ലക്കിയുടെ വരുമാനം വർഷത്തിൽ $22,000 ആണെന്നായിരുന്നു ഇൻകം ടാക്സ് റിപ്പോർട്ട് കാണിച്ചിരുന്നത്. എന്നാൽ ലക്കി സമ്പാദിച്ചിരുന്നത് അതിലും വളരെ മുകളിലായിരുന്നു. അറിയപ്പെടുന്ന ഒരു സമ്പന്നനായിരുന്നു അയാൾ. ലക്കിയുടെ കള്ളങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഡ്യൂയി പൊളിച്ചടുക്കി. ഒന്നിനും തന്നെ അയാൾക്ക് വിശദീകരണം കൊടുക്കുവാനായിട്ട് സാധിച്ചില്ല. ഡ്യൂയി ലക്കിയുടെ നീണ്ട കാലത്തെ ക്രൈം റെക്കോർഡ്സും ഗാങ്സ്റ്റർമാരായിട്ടുള്ള മസേരിയ, ബുച്ചാൾട്ടർ, ടെറനോവ എന്നിവരുമായിട്ടുള്ള ബന്ധവും കോടതി വെളിപ്പെടുത്തി. ജൂൺ 7-ന് നിർബന്ധിത വേശ്യാവൃത്തി കുറ്റം ലക്കിയിൽ ചുമത്തി. ജൂൺ 18-ന് ലക്കിക്കും ബെറ്റിലോയ്ക്കും അങ്ങനെ തുടങ്ങി മറ്റു പലർക്കും 30 മുതൽ 50 വർഷത്തേക്ക് ഡ്യൂയി തടവ് ശിക്ഷ വിധിച്ചു. ലക്കി ലൂസിയാനോ ജയിലിൽ പോയെങ്കിലും കാര്യങ്ങൾക്ക് യാതൊരു മാറ്റവും ഉണ്ടായില്ല. ജയിലിൽ കിടന്നുകൊണ്ട് അയാൾ വീറ്റോ ജെനോവിസിന്റെ സഹായത്തോടെ തന്റെ അധോലോക സാമ്രാജ്യം അപ്പോഴും നിയന്ത്രിച്ചു വന്നു. 1937-ൽ ഒരു കൊലപാതക കുറ്റത്തിന്റെ പേരിൽ വീറ്റോ ജെനോവിസിന് നേപ്പിൾസിലേക്ക് മുങ്ങേണ്ടി വന്നു. അയാൾക്ക് പകരക്കാരനായിട്ട് കോസ്റ്റല്ലേ അയാൾ നിയമിച്ചു. ലക്കി ആദ്യം തടവിലായത് ന്യൂയോർക്കിലെ സിംഗ് പ്രിസണിലായിരുന്നു. പിന്നീട് ഡാനമോറയിലെ ക്ലിന്റൺ പ്രിസണിലേക്ക് മാറ്റി. ലക്കിക്ക് ക്ലിന്റണിൽ സ്വാധീനക്കുറവൊന്നും ഉണ്ടായിരുന്നില്ല. സ്പെഷ്യൽ ഡിഷുകൾ അധികാരികൾ ലക്കിക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ലക്കി തന്റെ സ്വാധീനം ഉപയോഗിച്ച് ക്ലിന്റൺ ജയിലിൽ ഒരു പള്ളി പണിയുവാനുള്ള സാധനങ്ങൾ എത്തിക്കുവാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. 1938 വരെ ലക്കിയുടെ നിയമ പോരാട്ടം തുടർന്നു. എന്നാൽ US സുപ്രീം കോർട്ട് ലക്കിയുടെ പുനർവിചാരണ തള്ളിക്കളഞ്ഞു. എന്നാൽ സെക്കൻഡ് വേൾഡ് വാറിന്റെ സമയത്ത് തടവിൽ കിടക്കുന്ന ലക്കിയുമായിട്ട് US ഗവൺമെന്റിന് ഒരു രഹസ്യ ധാരണയിൽ എത്തേണ്ടി വന്നു. അതിന് കാരണം ജർമ്മൻ ചാരന്മാരും അതുപോലെ ഇറ്റാലിയൻ ചാരന്മാരും അമേരിക്കയിലേക്ക് പ്രവേശിക്കുന്നത് ന്യൂയോർക്കിലെ വാട്ടർ ഫ്രണ്ടിലൂടെയാണെന്ന് നേവൽ ഇന്റലിജൻസിന് അറിയാമായിരുന്നു. ഇതുവഴി അട്ടിമറി പ്രവർത്തനങ്ങൾ നടക്കുവാനുള്ള സാധ്യത അവർ കണ്ടു. ന്യൂയോർക്കിന്റെ വാട്ടർ ഫ്രണ്ടേജ് മാഫിയയുടെ നിയന്ത്രണത്തിലായിരുന്നു. US നേവി ആകട്ടെ മേർലാൻസ്കി മുഖേന ലക്കിയുമായിട്ട് ഒരു ധാരണയ്ക്ക് തയ്യാറായി. ധാരാളം സന്ധി സംഭാഷണങ്ങൾ നടന്നു. അതിനായിട്ട് ലക്കിയെ കോംസ്റ്റോക്കിലെ ഗ്രേറ്റ് മെഡോ പ്രിസണിലേക്ക് മാറ്റി. ന്യൂയോർക്ക് നഗരത്തിനോട് വളരെ അടുത്തായിരുന്നു ഗ്രേറ്റ് മെഡോ പ്രിസൺ. അവസാനം നേവിയും സ്റ്റേറ്റ് ഓഫ് ന്യൂയോർക്കും ലക്കിയുമായിട്ടൊരു ധാരണയിലെത്തി. ലക്കിയുടെ ശിക്ഷയിൽ ഇളവ് വരുത്താമെന്നായിരുന്നു ആ ധാരണ. ആൽബർട്ട് അനസ്റ്റാസിയയ്ക്കായിരുന്നു ഡോക്കിലെ ജോലിക്കാരുടെ നിയന്ത്രണം. വേൾഡ് വാറിന്റെ സമയത്ത് ഒരു ഡോക്ക് ജോലിക്കാരനും ഒരു പ്രശ്നത്തിനും മുതിരില്ല എന്ന് അനസ്റ്റാസിയ ഗവൺമെന്റിന് ഉറപ്പുകൊടുത്തു. 1943-ൽ യുദ്ധത്തിന്റെ ഭാഗമായിട്ട് സിസിലി ആക്രമിക്കുവാനായിട്ട് US മിലിറ്ററിക്ക് ലക്കി ലൂസിയാനോ സിസിലിയൻ മാഫിയയുടെ സഹായം ഒരുക്കി കൊടുത്തു. നേവിയും മാഫിയയും തമ്മിലുള്ള ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഓപ്പറേഷൻ അണ്ടർവേൾഡ് എന്നാണ്. ഇറ്റലിയിലേക്ക് നാട് കടത്തുന്ന നടപടിയുമായിട്ട് ലക്കി സഹകരിക്കണം, എതിർക്കരുത് എന്ന വ്യവസ്ഥയിൽ 1946 ജനുവരി 3-ന് ഡ്യൂയി അയാളുടെ ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു. എങ്കിലും അമേരിക്കൻ പൗരനായ ലക്കിക്ക് ഈ നടപടി യാതൊരു തരത്തിലും ബാധിക്കുന്ന ഒന്നായിരുന്നില്ല. എങ്കിൽ പോലും ലക്കി ആ ധാരണയ്ക്ക് തയ്യാറായി. അങ്ങനെയാണ് ഫെബ്രുവരി 2-ന് സിംഗ് പ്രിസണിൽ നിന്നും ന്യൂയോർക്ക് ഹാർബറിലെ എല്ലിസ് ഐലൻഡിൽ ലക്കി അവർ എത്തിച്ചത്. അതിനുശേഷം അയാളെ നാട് കടത്തുവാനുള്ള ഏർപ്പാടുകൾ തുടങ്ങി. ആ വർഷം ഫെബ്രുവരി 9-ന് ലോറ കീനെ എന്നു പേരുള്ള ഒരു കപ്പലിൽ അവർ ലക്കിയെ എത്തിച്ചു. ഡെയിലി ന്യൂസ് റിപ്പോർട്ടറായ ആർട്ട് സ്മിത്ത് തന്റെ ലേഖനത്തിൽ അതേക്കുറിച്ച് എഴുതിയിട്ടുള്ളത് ഇങ്ങനെയാണ്: അനസ്റ്റാസിയായും 5 സുഹൃത്തുക്കളും രാത്രി 8 മണിയോടുകൂടി ലോറ കീനെ കപ്പലിൽ എത്തി. തന്റെ കൂട്ടാളികളോടൊപ്പം ഒരു സ്പാഗറ്റി ഡിന്നർ അവിടെ വെച്ച് ലക്കി കഴിച്ചു. പിന്നെ അവരോടൊരു വിടവാങ്ങൽ പ്രസംഗം നടത്തി. പിറ്റേ ദിവസം ലോറ കീനെ ലക്കിയെയും കൊണ്ട് സമുദ്രത്തിലൂടെ പ്രയാണം തുടങ്ങി. കപ്പലിന്റെ അണിയത്ത് നിന്നുകൊണ്ട് തന്നെ വളർത്തി വലുതാക്കിയ നഗരത്തെയും നോക്കി വിഷാദത്തോടെ ലക്കി നിന്നു. അയാളെ വളർത്തി വലുതാക്കിയ ദേശത്തു നിന്നും എന്നേക്കുമായിട്ട് നാട് കടത്തപ്പെടുകയാണ്. ഒടുവിൽ 17 ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ലോറ കീനെ നേപ്പിൾസിൽ എത്തിച്ചേർന്നു. അതേ സമയത്ത് പത്രമാധ്യമപ്പട ലക്കിയുടെ വരവും കാത്ത് അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് ലക്കി പറഞ്ഞത് ഇങ്ങനെയാണ്: ഇതെന്റെ ജന്മദേശമാണ്, ഇനി മുതൽ ഞാൻ സിസിലിയയിൽ താമസിക്കും. എന്നാൽ ലക്കി വളരെ രഹസ്യമായിട്ട് ഇറ്റലിയിൽ നിന്നും ഹാവനയിൽ എത്തുകയാണ് ചെയ്തത്. ആ ഡിസംബറിൽ മേയർ ലാൻസ്കി ക്യൂബയിലെ ക്രൈം ഫാമിലി നേതാക്കന്മാരെ ഒരു മീറ്റിംഗിനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ലക്കി ലൂസിയാനോയുടെ നേതൃത്വത്തിൽ 1946 ഡിസംബർ 20-ന് ക്യൂബയിലെ ഹാവനയിൽ വെച്ച് ഹോട്ടൽ നാഷണലിൽ വെച്ച് അമേരിക്കൻ മാഫിയയുടെയും കോസ നോസ്ട്രയുടെയും ഒരു സമ്മേളനം നടന്നു. ഹാവന്ന കോൺഫറൻസ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ആ ചർച്ചയിൽ വെച്ച് മയക്കുമരുന്ന് വ്യാപാരം ഒരു പ്രധാന വിഷയമായിട്ട് ഉയർന്നു വന്നു. മയക്കുമരുന്ന് വ്യാപാരത്തിൽ നിന്നും വിട്ടുനിന്നാൽ മറ്റു സംഘടനകൾ ശക്തി പ്രാപിക്കുമെന്നും അതോടെ കോസോ നോസ്ട്രയുടെ ശക്തി നഷ്ടപ്പെടുമെന്നും പലരും അഭിപ്രായം പറഞ്ഞു. അവസാനം അത് ധാരണയായി. കോടിക്കണക്കിന് ഡോളർ മറിയുന്ന മയക്കുമരുന്ന് വ്യവസായത്തിലേക്ക് അമേരിക്കൻ മാഫിയയും കോസ നോസ്ട്രയും ഒന്നുപോലെ പിടിമുറുക്കി. ഇതിനിടയിൽ US ഗവൺമെന്റ് ലക്കി നിയമം ലംഘിച്ച് ഹാവന്ന കോൺഫറൻസിൽ പങ്കെടുത്ത കാര്യവും അയാൾ ഇപ്പോൾ ക്യൂബയിലുണ്ടെന്നും അറിഞ്ഞു.
ഹാവന്നയിലെ നൈറ്റ് ക്ലബ്ബുകളിൽ ലക്കി അക്കാലത്ത് നിത്യസന്ദർശകനായിരുന്നു. ഇതൊരു പരസ്യമായിട്ടുള്ള രഹസ്യവുമായിരുന്നു. അപ്പോഴൊക്കെ അയാളുടെ കൂടെ മറ്റൊരാളും ഉണ്ടായിരുന്നു. അത് മറ്റാരുമായിരുന്നില്ല, ലോക പ്രശസ്ത പാട്ടുകാരനായിട്ടുള്ള ഫ്രാങ്ക് സിനാട്ര ആയിരുന്നു. വൈകാതെ US ഗവൺമെന്റ് ലക്കിയെ അവരുടെ രാജ്യത്തു നിന്നും പുറത്താക്കുവാനായിട്ട് ക്യൂബയുടെ മേൽ സമ്മർദ്ദം ചെലുത്തി. എന്നാൽ ക്യൂബ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. അതോടെ 1947 ഫെബ്രുവരി 21 US നാർക്കോട്ടിക് കമ്മീഷണർ ഹാരി ആൻസ്ലിംഗർ ഒരു കാര്യം ക്യൂബൻ ഗവൺമെന്റിനെ കർശനമായിട്ട് അറിയിച്ചു. ലക്കി ലൂസിയാനോ ക്യൂബയിലുണ്ടെങ്കിൽ അവിടെ നിന്നും അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വേദന സംഹാരികളായിട്ടുള്ള മയക്കുമരുന്നുകൾ ഇനി മുതൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നത് ഞങ്ങൾ തടയുമെന്നായിരുന്നു അത്. ഇത് ക്യൂബൻ ഗവൺമെന്റിന് വലിയ നഷ്ടമുണ്ടാക്കുന്ന നടപടിയാണ്. അതോടെ അവർ ഉണർന്നു പ്രവർത്തിച്ചു. അവർ ലക്കിയെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് ഇക്കാര്യം അമേരിക്കയെ അറിയിച്ചു. വെറും 2 ദിവസത്തിന്റെ ഉള്ളിൽ ഇറ്റലിയിലേക്ക് അയാളെ നാട് കടത്തുമെന്നും ഉറപ്പ് നൽകി. വൈകാതെ ജനോവയിലേക്കുള്ളൊരു ടർക്കിഷ് കപ്പലിൽ ലക്കിയെ ക്യൂബൻ അധികാരികൾ കയറ്റിവിട്ടു. ഏപ്രിൽ 11 ലക്കി ജനോവയിലെത്തി. അവിടെ വെച്ച് ഇറ്റാലിയൻ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്ത് പലോർമയിലെ ഒരു ജയിലിലാക്കി. മെയ് 11 എല്ലാ കുഴപ്പങ്ങളിൽ നിന്നും വിട്ടുനിന്നേക്കണമെന്ന താക്കീതും ചെയ്ത് ലക്കിയെ അവർ വിട്ടയച്ചു. തൊട്ടു പിന്നാലെ 1949 ജൂലൈ മാസത്തിൽ റോമിലെ പോലീസ് ലക്കിയെ അറസ്റ്റ് ചെയ്തു. ന്യൂയോർക്കിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നതിൽ ലക്കിക്ക് പങ്കുണ്ട് എന്ന സംശയമായിരുന്നു ആ അറസ്റ്റിന് കാരണം. ഒരാഴ്ചയ്ക്ക് ശേഷം അവരും ലക്കിയെ വിട്ടയച്ചു. എന്നാൽ ലക്കി മേലിൽ റോം സന്ദർശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു. 1951 ജൂൺ 9 നേപ്പിൾസ് പോലീസ് വീണ്ടും ലക്കിയെ അറസ്റ്റ് ചെയ്തു. $57,000 ഒരു പുതിയ അമേരിക്കൻ കാറും നിയമവിരുദ്ധമായിട്ട് അയാൾ ഇറ്റലിയിൽ എത്തിച്ചുവെന്ന സംശയമായിരുന്നു ഈ അറസ്റ്റിന് കാരണം. 20 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം കേസുകളൊന്നും ചാർജ് ചെയ്യാതെ ലക്കിയെ അവർ വിട്ടയച്ചു. അമേരിക്കൻ ഗവൺമെന്റിന്റെയും കനേഡിയൻ ലോ എൻഫോഴ്സ്മെന്റിന്റെയും പരാതി പ്രകാരം 1952 ഇറ്റലി ലക്കിയുടെ പാസ്പോർട്ട് കണ്ടുകെട്ടി. 1954 നവംബർ 1 നേപ്പിൾസിലെ ഇറ്റാലിയൻ ജുഡീഷ്യൽ കമ്മീഷൻ ലക്കിയുടെ മേൽ 2 വർഷത്തേക്ക് അതിശക്തമായിട്ടുള്ള ചില നിബന്ധനകൾ അടിച്ചേൽപ്പിച്ചു. എല്ലാ ഞായറാഴ്ചയും പോലീസിൽ റിപ്പോർട്ട് ചെയ്യണമെന്നും രാത്രിയിൽ വീട് വിട്ടു പോകരുത് എന്നും പോലീസിന്റെ അനുവാദം കൂടാതെ നേപ്പിൾസ് വിട്ടു പോകരുത് എന്നുമായിരുന്നു ആ നിബന്ധനകൾ. മയക്കുമരുന്ന് കച്ചവടത്തിൽ ലക്കിക്കുള്ള പങ്ക് തന്നെയായിരുന്നു അതിന് കാരണം. എന്നാൽ 1957 ആയതോടെ മാഫിയ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം അധികാര വടംവലി തുടങ്ങി. വീറ്റോ ജെനോവിസ് ലക്കിയുടെ കൂട്ടാളിയായ ഫ്രാങ്ക് കോസ്റ്റലിലേക്ക് നേരെ തിരിയുകയാണ്. അയാൾ അതിനു വേണ്ടിയിട്ട് ആദ്യം ചെയ്തത് അനസ്റ്റാസിയ ക്രൈം ഫാമിലിയിലെ ബോസായ കാർലോ ഗാംബിനോയുടെ സഹായം തേടി. 1957 മെയ് 2 വീറ്റോ ജെനോവിസിന്റെ നിർദ്ദേശപ്രകാരം വിൻസെന്റ് ജിഗാൻഡെ എന്ന കൊലയാളി സെൻട്രൽ പാർക്കിലെ മജസ്റ്റിക് എന്ന അപ്പാർട്ട്മെന്റിന്റെ ലോബിയിൽ ഫ്രാങ്ക് കോസ്റ്റല്ലോ ഏകനായിട്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് പാഞ്ഞു വന്നു. ഇത് നിനക്ക് വേണ്ടിയാണ് ഫ്രാങ്ക് എന്നയാൾ അലറി. ഫ്രാങ്ക് കോസ്റ്റല്ലോ ഞെട്ടിത്തിരിഞ്ഞപ്പോൾ അയാളുടെ തലയ്ക്ക് നേരെ വിൻസെന്റ് വെടിവെച്ചു. എന്നിട്ട് ഉടനടി അയാൾ സ്ഥലം വിട്ടു. പോയിന്റ് ബ്ലാങ്കിൽ നിന്നുമുള്ള വെടിയേറ്റ് ഫ്രാങ്ക് കോസ്റ്റല്ലോ കൊല്ലപ്പെട്ടുവെന്നായിരുന്നു വിൻസെന്റ് ജിഗാൻഡോ വിചാരിച്ചത്. എന്നാൽ അയാൾ വിചാരിച്ചതുപോലെയല്ല സംഭവിച്ചത്. കോസ്റ്റല്ലോയുടെ തലയിൽ ഉരസിയാണ് വെടിയുണ്ട കടന്നു പോയത്. അയാൾക്ക് സീരിയസ് ആയിട്ടുള്ള മുറിവ് പോലും പറ്റിയിരുന്നില്ല. ഈ വധശ്രമത്തിന്റെ പേരിൽ കോസ്റ്റല്ലോ പോലീസിൽ യാതൊരു പരാതിയും കൊടുത്തില്ല. എന്നാൽ വധശ്രമത്തിന്റെ പേരിൽ കാർലോ ഗാമിനോയെ പോലീസ് സ്വമേധയാ അറസ്റ്റ് ചെയ്തു. കോടതി വിചാരണയിൽ ഗാമിനോ കുറ്റവിമുക്തനാക്കപ്പെട്ടു. വിധിക്ക് ശേഷം ഗാബിനോ കോസ്റ്റല്ലോയ്ക്ക് നന്ദിയും പറഞ്ഞ് സ്ഥലവും വിട്ടു. യഥാർത്ഥത്തിൽ ഈ വധശ്രമത്തിന് ശേഷം ഫ്രാങ്ക് കോസ്റ്റല്ലോ ഭയന്നുപോയി. അയാൾ തന്റെ അധികാരം വിട്ടൊഴിഞ്ഞ് അത് വീറ്റോ ജെനോവിസിന് കൈമാറി. ആ സമയത്ത് അത് തടയുവാൻ മാത്രം നാട് കടത്തപ്പെട്ട ലക്കി ലൂസിയാനോ ശക്തനായിരുന്നില്ല. 1957 ഒക്ടോബർ 25 വീറ്റോ ജെനോവിസും ഗാംബിനോയും മർഡർ ഇൻ കോർപ്പറേറ്റ് കോൺട്രാക്ട് കില്ലർ സംഘത്തിന്റെ തലവനും ചേർന്ന് ലക്കി ലൂസിയാനോയുടെ സുഹൃത്തും കൂട്ടാളിയുമായ അനസ്റ്റാസിയയെ വധിച്ചു. മാൻഹാട്ടനിലെ പാർക്ക് ഷെറാട്ടൺ ഹോട്ടലിലെ ബാർബർ ഷോപ്പിൽ വെച്ചാണ് 2 കൊലയാളികൾ അനസ്റ്റാസിയയെ വെടിവെച്ച് കൊന്നത്. അതിന്റെ അടുത്ത മാസം നവംബർ 14 മാഫിയ നേതാക്കളുടെ ഒരു യോഗം വീറ്റോ ജെനോവിസ് വിളിച്ചുകൂട്ടി. ന്യൂയോർക്കിലെ അപ്പലാച്ചനിലുള്ള മക്ഹോൾ റോഡിലെ ജോസഫ് ബാർബറയുടെ വീടായിരുന്നു മീറ്റിംഗിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുത്തത്. ലക്കി ലൂസിയാനോയുടെ ക്രൈം ഫാമിലിയുടെ അധികാരം ഏറ്റെടുക്കലും അതിലൂടെ തന്റെ അധികാരശക്തിയും വിളംബരം ചെയ്യുക എന്നതുമായിരുന്നു ഈ മീറ്റിംഗിന്റെ ഉദ്ദേശം. അമേരിക്ക, ഇറ്റലി, ക്യൂബ എന്നിവിടങ്ങളിൽ നിന്നും 100ഓളം മാഫിയ നേതാക്കന്മാരാണ് അപ്പലാച്ചൻ മീറ്റിംഗിൽ പങ്കെടുക്കുവാനായിട്ട് ജോസഫ് ബാർബറയുടെ വീട്ടിൽ എത്തിച്ചേർന്നത്. പക്ഷേ ഈ മീറ്റിംഗ് പോലീസ് മണത്തറിഞ്ഞു. അവർ ആ പരിസരം വളഞ്ഞു. പോലീസിന്റെ ആ റെയ്ഡിൽ 65-ന് മുകളിൽ മാഫിയ നേതാക്കന്മാർ പിടിയിലായി. മറ്റുള്ളവർ അടുത്തുള്ള പറമ്പിന്റെ വേലിയും ചാടി ഓടി രക്ഷപ്പെട്ടുവെന്ന് പറയാം. പിടിക്കപ്പെട്ട പലരും ജയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. അപ്പലാച്ചൻ മീറ്റിംഗ് ചുരുക്കത്തിൽ വലിയൊരു ദുരന്തമായിട്ട് മാറി, പ്രത്യേകിച്ചും മാഫിയ നേതാക്കൾക്കിടയിൽ. കലിപ്പ് മൂത്ത മറ്റു മാഫിയ നേതാക്കന്മാർ വീറ്റോ ജെനോവിസിനെ ഇതിന്റെ പേരിൽ കുറ്റപ്പെടുത്തി. അതോടെ വീറ്റോയുടെ എതിരാളികൾക്ക് അയാളെ ആക്രമിക്കുവാനായിട്ടൊരു കാരണം കിട്ടിയെന്ന് പറയാം. ഇതിനിടയിൽ ഫ്രഞ്ച് കോർസിക്കൻ ഗ്യാങ് അമേരിക്കയിലേക്ക് ഹെറോയിൻ കടത്തുന്നുണ്ടായിരുന്നു.
ഫ്രഞ്ച് കണക്ഷൻ എന്നാണ് ഈ കള്ളക്കടത്ത് അറിയപ്പെട്ടത്. അങ്ങനെയുള്ള ഫ്രഞ്ച് കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പലോർമോയിലെ ഒരു ഹോട്ടലിൽ വെച്ച് ലക്കി ഒരു മീറ്റിംഗിൽ പങ്കെടുത്തു. ആ മീറ്റിംഗിൽ വെച്ച് നെൽസൺ കാൻഡലോപ്സ് എന്ന പോർട്ടോറിക്കൻ ഡ്രഗ് ഡീലറുമായിട്ട് അയാൾ ഒരു ധാരണയിലായി. കള്ളത്തരത്തിലൂടെ വീറ്റോ ജെനോവിസിനെ ഒരു മയക്കുമരുന്ന് കേസിൽ കുടുക്കുക. ഇതായിരുന്നു ലക്കിയുടെ ലക്ഷ്യം. അതിന്റെ ഭാഗമായിട്ട് $1,00,000 ലക്കി ലൂസിയാനോ നെൽസന് കൊടുത്തുവെന്ന് പറയപ്പെടുന്നു. ഇതൊരു കോൺസ്പിറസി തിയറിയാണ്. എന്തായാലും പൊതുശത്രുവായ വീറ്റോയ്ക്ക് ആപ്പ് വയ്ക്കുവാൻ ഗാംബിനോയും ലക്കിയോടൊപ്പം കൂടിയെന്നാണ് പറയപ്പെടുന്നത്. ശരിയോ തെറ്റോ എന്ന് അറിയില്ല. പക്ഷേ അത് സംഭവിച്ചു. 1958 ജൂലൈ 7-ന് മയക്കുമരുന്ന് വിൽപ്പനയുടെ പേരിൽ വീറ്റോ ജെനോവിസിന്റെ മേൽ കുറ്റം ചാർത്തപ്പെട്ടു. ഗവൺമെന്റിന്റെ പ്രധാന സാക്ഷി നമ്മുടെ നെൽസൺ ആയിരുന്നു. വീറ്റോ മയക്കുമരുന്ന് വിൽപ്പന ചെയ്യുന്നത് താൻ നേരിൽ കണ്ടുവെന്ന് നെൽസൺ മൊഴി കൊടുത്തു. അതോടെ 15 വർഷത്തെ ശിക്ഷയും കിട്ടി. വീറ്റോ ജെനോവിസ് അറ്റ്ലാന്റയിലെ ഫെഡറൽ പ്രിസണിൽ അകത്തായി. 1962 ജനുവരി 26-ന് നേപ്പിൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് ലക്കി ലൂസിയാനോ ഹാർട്ട് അറ്റാക്ക് വന്ന മരണത്തിന് കീഴടങ്ങി. തന്റെ ജീവിതത്തെ ആസ്പദമാക്കി ഒരു സിനിമ പിടിക്കുവാനായിട്ട് മാർട്ടിൻ ഘോഷ് എന്ന അമേരിക്കൻ സിനിമാ നിർമ്മാതാവിനെ കാണുവാൻ വേണ്ടിയാണ് ലക്കി അന്ന് ആ എയർപോർട്ടിൽ എത്തിയത്. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ലക്കി മരിച്ചത്. 3 ദിവസത്തിന് ശേഷം ലക്കിയുടെ ജഡം പൊതുദർശനത്തിന് വെച്ചു. അതിൽ 300 പേർ പങ്കെടുത്തു. നേപ്പിൾസിലെ തെരുവുകളിലൂടെ കുതിരകൾ വലിക്കുന്ന വലിയൊരു വാഹനത്തിൽ ലക്കിയെ വഹിക്കുന്ന ശവപ്പെട്ടി കടന്നുപോയി. അതോടെ US ഗവൺമെന്റിന്റെ അനുമതിയോടെ ലക്കിയുടെ ബന്ധുക്കൾ അയാളുടെ ജഡം ന്യൂയോർക്കിൽ തിരികെ എത്തിച്ചു. ക്യൂൻസിലെ മിഡിൽ വില്ലേജിലുള്ള സെന്റ് ജോൺസ് സെമിത്തേരിയിൽ അയാളെ അടക്കം ചെയ്തു. 2000-ലേറെ ആൾക്കാരാണ് ആ ചടങ്ങിൽ പങ്കെടുത്തത്. മരണശേഷമാണ് അയാൾ തന്നെ വളർത്തി വലുതാക്കിയ നാട്ടിൽ അവസാനം മടങ്ങിയെത്തിയത്. ലക്കി ലൂസിയാനോയുടെ വ്യക്തി ജീവിതത്തിലേക്ക് ആദ്യം കടന്നു വന്നത് ഹോളിവുഡിലെ ബ്രോഡ്വേയിലെ ഒരു ഡാൻസറായ ഗേ ഓർലോവയാണ്. 1929-ലായിരുന്നു അതുണ്ടായത്. ലക്കി തടവിന് വിധിക്കപ്പെടും വരെ അവർ ഒരുമിച്ചാണ് ജീവിച്ചത്. അവർ വിവാഹിതരായിരുന്നില്ല. പിന്നീട് 1948-ൽ ഇജിയ ലിസോണി എന്ന മിലാങ്കാരിയായിട്ടുള്ള ബാലറ്റ് നർത്തകി ലക്കിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ലക്കിയേക്കാളും 20 വയസ്സ് പ്രായക്കുറവുണ്ടായിരുന്നു ലിസോണിക്ക്. തന്റെ ജീവിതത്തിലെ എല്ലാമാണ് ലിസോണി എന്നാണ് ലക്കി അവളെ വിശേഷിപ്പിച്ചത്. അവർ വിവാഹിതരായെന്നും അതല്ല, വിവാഹമോതിരം കൈമാറിയതേ ഉള്ളൂ എന്നും പറയപ്പെടുന്നു. നേപ്പിൾസിലുള്ള ഒരു വസതിയിലാണ് അവർ താമസിച്ചു വന്നത്. അതുപോലെ ലക്കിക്ക് മറ്റ് പലരുമായിട്ടും ബന്ധമുണ്ടായിരുന്നു. അതിന്റെ പേരിൽ ലിസോണിയുമായിട്ട് വാഗ്വാദവും പതിവായിരുന്നു. ചിലപ്പോഴൊക്കെ അത് ലിസോണിയെ തല്ലുന്നതിൽ വരെ കലാശിച്ചിട്ടുണ്ട്. ലൂസിയാനോയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ച് മറ്റുള്ളവർ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു പുത്രൻ വേണമെന്ന് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. ലക്കി ലൂസിയാനോ എന്ന ഗാങ്സ്റ്ററുടെ മകൻ എന്ന പേരിൽ അവൻ ജീവിക്കുന്നതിലും ഭേദം ജനിക്കാതിരിക്കുന്നതാണ്. പിന്നീട് ഡ്യൂയിയെക്കുറിച്ച് ലൂസിയാനോ പറഞ്ഞ ഒരു കാര്യം വളരെയേറെ ശ്രദ്ധേയമാണ്. ഞാനിപ്പോഴും ഡ്യൂയിയെ വെറുക്കുന്നു. കാരണം ലോകത്തിനു മുൻപിൽ ഞാനൊരു ഗാങ്സ്റ്റർ ആണെന്ന് വരുത്തി തീർത്തത് അയാളാണ്. ഇതാണ് മാഫിയായുടെ ചരിത്രം, അതോടൊപ്പം ലക്കിയുടെയും. മറ്റൊരു കഥയുമായിട്ട് ഉടൻ തന്നെ വരാം.